രണ്ട് വാക്യങ്ങൾ തിരഞ്ഞെടുക്കും. പുസ്തകം 2-4 അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോസ്തലപ്രവൃത്തി 28-20. അവൻ വീഴ്ത്തുകയോ പെട്ടെന്ന് തട്ടി വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവൻ ഒരു ദേവനെന്ന് പറഞ്ഞു. എല്ലാ കടകളും രണ്ടു കൂട്ടം ആളുകൾ നോക്കി നിൽക്കുക. മോശയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് മാറി. പൗലോസിന് എന്ത് സംഭവിക്കുന്നത് കാണുവാൻ ബർബരന്മാരെ ദൂരത്ത് മാറി നോക്കി. ഈ രണ്ട് വ്യക്തികളുള്ള ബന്ധത്തിലും നടന്നത് ഒരു രാജകീയ വിടുതലാണ്. സ്തോത്രം പറയാൻ കഴിയുന്നവർ സ്തോത്രം പറഞ്ഞു. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാ കരങ്ങളും ദൈവസ്ഥലം അടച്ച് ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എത്രത്തോളം ശബ്ദമെടുക്കാമോ എത്രത്തോളം ശബ്ദം ഉയർത്തി ഈ പകൽ കർത്താവിനെ വിളിച്ചാട്ടെ. യേശുവേ ഞങ്ങളുടെ ഇടയ്ക്കിലേക്ക് എന്ന പകൽക്കാലം അവിടുന്ന് എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. മറ്റുള്ളവരെ ഓർക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. ഇന്ന് രാവിലെ സമയം സ്തുതിച്ചാരാധിക്കണം. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. പ്രഭാവിച്ചെല്ലാവരും സ്തോത്രം ഉയർത്തണം. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ ഇസ്രായേലിന്റെ സ്തുതികൾ മേൽ അധിവസിക്കുന്ന ദൈവമാണ്. സ്തുതിയുടെ സിംഹാസനം എന്ന് പറയുന്ന നമ്മൾ എഴുതുമ്പോൾ അതിനാഗതനായി നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ വേദനകളെ മാറ്റുന്ന പകൽക്കാലം, ദുഃഖങ്ങളെ മാറ്റുന്ന പകൽക്കാലം, അസ്വസ്ഥതകളെ മാറ്റുന്ന പകൽക്കാലം, രോഗികളെ സൗഖ്യമാക്കുന്ന പകൽക്കാലം, വഴികൾ തുറക്കുന്ന പകൽക്കാലം, തലമുറകൾക്ക് വേണ്ടി വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തുന്ന പകൽക്കാലം, സഭയ്ക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ്, നമ്മെ പുതിയ കുടുംബങ്ങളെ അയക്കുന്ന കർത്താവ്, വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ്, ശക്തിയോട് ദൈവത്തിന്റെ സ്തോത്രം പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ഇരുട്ടിന്റെ ശക്തികൾ ഓടി മറയുക, പൈശാചിക പോരുകൾ ഓടി മറയുക, ദൈവശക്തിയുടെ പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ചേർന്ന് അനുഗ്രഹിക്കണം. ദൈവകൃപ കൊണ്ട് പൊതിയണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്തോത്രം. വളരെ സുപരിചിതമായിട്ടുള്ള ആത്മീയ ബലം പകരുന്ന രണ്ട് വേദഭാഗങ്ങളാണ് പ്രാരംഭത്തിൽ നമുക്കിവിടെ വായിക്കുവാനായിട്ട് ഇടയായി. മോശക്കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ അവന്റെ പെങ്ങള് മിരിയ ദൂരത്ത് നോക്കുക. ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ. രണ്ടാമതായി വിട്ട് അവിടെ വായിച്ചത് പൗലോസിന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ. മിലിത്താദ്വീപിൽ ചെന്നപ്പോ ആണി അവന്റെ കയ്യിൽ തൂങ്ങി. എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ഒരു കൂട്ടം ആൾക്കാർ മാറി നിന്ന് നോക്കിയ സ്തോത്രം. ഈ രണ്ട് കൂട്ടരുടെയും ജീവിതത്തിൽ അതിശയകരമായ വിടുതൽ അധികമായി. ഇന്ന് പകൽക്കാലം ഈ ധ്യാന യോഗത്തിൽ നിങ്ങൾ പാർക്കുന്ന ഇടത്ത്, നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളുടെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, തലമുറകളെ നോക്കിക്കൊണ്ട്, ശുശ്രൂഷയെ നോക്കിക്കൊണ്ട് അവൻ പലരും മാറി നിന്ന് നോക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം പറയുവാൻ പോകുന്ന ദൂത് ഒരു രാജകീയ വിടുതൽ ഈ ധ്യാന യോഗത്തിൽ ഇന്ന് പകൽ നടക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ഭാഗം ഒന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 25-ാമത്തെ വാക്യം കണ്ടവരും ശബ്ദം ഉയർത്തി വായിക്കണം. ദൈവം നിങ്ങളെ സന്ദർശിക്കും. അടുത്ത വാക്യം കൂടെ. വിഷയം ഞാൻ പറയാം.
നമ്മുടെ ഈ ഭാഗം ചിന്തിക്കണമെങ്കിൽ ഇവിടെ തൊട്ട് പറഞ്ഞു വന്നെങ്കിൽ നമുക്കതിനെ കറക്റ്റ് മനസ്സിലാവും. 110 വയസ്സുള്ളവനായി യോസഫ് മരിക്കുന്നതിന് മുമ്പായി തന്റെ സഹോദരന്മാരെ അടുക്കൽ വിളിച്ചിട്ട് ഒരു ദൂത് പറയുക, ഒരു വാഗ്ദത്തം പറയുക, ഒരു ആലോചന പറയുക. ദൈവം നിങ്ങളെ സന്ദർശിക്കും. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ഈ ദൂത് ഞാനിവിടെ പറഞ്ഞു തുടങ്ങിയ ദൈവം നിങ്ങളെ സന്ദർശിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഇസ്രായേൽ മക്കൾ എവിടെയാണ്? മിസ്രൈമില്ല. എത്ര വർഷമായിട്ടാണെന്ന് അറിയാമോ? 430 വർഷമായിട്ട് മിസ്രൈമിൽ അവർ കഷ്ടപ്പെടുക. ഊഴിയവിചാരകന്മാർ ചാട്ടമാരുടെ അടികൊണ്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക. സ്തോത്രം, സ്തോത്രം. എന്നാൽ മരിക്കുന്നതിന് മുമ്പായിട്ട് യോസഫ് പറയുക, ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കും, പക്ഷേ ഒരു കാര്യം പറയുകയാണ്, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദൂത് പറഞ്ഞാൽ തുടങ്ങിയ എന്നും പ്രവാസമല്ല, എന്നും കഷ്ടതയല്ല, എന്നും രോഗമല്ല, എന്നും കടഭാരമല്ല, എന്നും മാനസിക പ്രശ്നമല്ല. ഇതെല്ലാം ജീവിതത്തിൽ വന്നു എന്ന് പറഞ്ഞേക്കാം, പക്ഷെ നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു ദൈവം. സ്വന്തം പറയാൻ പറ്റും, എന്നെ സന്ദർശിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അവര് കർത്താവിന് സ്വന്തം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യോസഫ് മരിച്ചു. മിസ്രൈമിൽ ശവപ്പെട്ടിയിൽ അവനെ അടക്കി. യോസഫ് ഇത് പറഞ്ഞ് കറക്റ്റ് 114 വർഷം കഴിഞ്ഞപ്പോൾ, യോസഫ് ഇത് പറഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ട്? 114 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഈ വാഗ്ദത്തം ഓർക്കാനായിട്ട് തയ്യാറായി. സ്തോത്രം പറയാൻ പറ്റുമോ? വാഗ്ദത്തത്തിന് എത്ര കാലപ്പഴക്കം ഉണ്ടെങ്കിലും ദൈവം പറഞ്ഞതാണെങ്കിൽ നടക്കും. 114 വർഷം പഴക്കമുള്ള വാഗ്ദത്തം നിറവേറിയെന്ന് ഇന്ന് രാവിലെ സമയം സ്തോത്രം പറഞ്ഞോണേ. ഒരു വാഗ്ദത്തമെങ്കിലും ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സ്തോത്രം പറയണം. സ്തോത്രം, സ്തോത്രം. കാലം എത്ര പോയാലും, വർഷങ്ങൾ എത്ര നീണ്ടുപോയാലും ദൈവം വാക്ക് മാറുന്ന ദൈവമല്ല. വാഗ്ദത്തം വെളിപ്പെടുത്തും. വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറയണം. 114 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഈ വാഗ്ദത്തം ഓർക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ ഒരു സംഭവം കൊണ്ട് നടക്കാനായിട്ട് തയ്യാറായി. നോക്കാം, പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചിട്ട്. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഓരോ പുരുഷൻ താങ്കാന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താങ്കാന്റെ അയൽക്കാരനോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിക്കാൻ നീ ജനത്തോട് പറയാമെന്ന് കൽപ്പിച്ചു. യഹോവ മിസ്രയീമിലെ ജനത്തോട് തോന്നുമാറാക്കും. വിശേഷാൽ മോശ എന്ന പുരുഷനെ ഇസ്രായേൽ ദേശത്തെ പറവോലെ മുഖ്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠ ഇസ്രായേൽ കഷ്ടപ്പെടുക. 430 വർഷമായിട്ട് അവർ പീഡന അനുഭവിക്കുക. അവിടെ അധ്വാനത്തിന് ഒരു പൈസ എങ്കിലും കൊടുത്തോ? ഈ ഭാഗ്യം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. അവർ അധ്വാനിക്കുന്നുണ്ട്, വേതന വല്ലതും കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. മറിച്ച് അവരെ ഉപദ്രവിക്കുക, ഇഷ്ടിക ഉണ്ടാക്കുക, മിസ്രൈമിന് വേണ്ടി ഇഷ്ടിക ഉണ്ടാക്കുക, ഫറവോന് വേണ്ടി അവർ കഷ്ടപ്പെടുക, മര്യാദയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കുന്നില്ല. കട്ട കുറയുകയാണെങ്കിൽ ഊഴിയ വിചാരകന്മാരെ ചാത്തവാറ് കൊണ്ട് അവരെ അടിക്കുക. ഫറവോനാണെങ്കിൽ ഇവിടെ അധ്വാനം കൊണ്ട് വലിയ സംഭാര നഗരങ്ങൾ പണിയുക. പക്ഷെ ഇവർക്ക് വേതന കൊടുക്കുന്നില്ല. വേതനമെല്ലാം പിടിച്ചു വെച്ചിരിക്കുക. ദൈവം നീതിമാനാണ്, അവനാർക്കും കടക്കാരനല്ല. വിശ്വസിക്കുന്നവർ സ്വതന്ത്രം പറയണം. പുറപ്പാടിന്റെ സമയമായപ്പം ദൈവം മോശയോട് പറയാ, മോശേ ഇസ്രായേൽ മക്കളോട് പറയാം, ഓരോരുത്തൻ അയൽപക്കത്തുള്ള വീട്ടിൽ പോയി വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വിലേറിയ വസ്ത്രങ്ങളും ചോദിക്കാൻ പറഞ്ഞു.
ഇതിന്റെ വിശദീകരണമാണ് 12-ാം അധ്യായം 35-36 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 35-36 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനമനുസരിച്ച് മിസ്രയീമ്യരോട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങൾ എന്ത് ചെയ്തു? ചോദിച്ചു. കൃപ തോന്നിച്ചത് കൊണ്ട് ഒരു സ്വതന്ത്രം പറയാമോ? ഇതുവരെയും അവരുടെ അധ്വാനം മുഴുവൻ എന്തോ ചെയ്തിരിക്കുകയായിരുന്നു, പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ മിസ്രയീമ്യർക്ക് തമ്പുരാൻ കൃപ തോന്നിച്ചു. ഇന്ന് രാവിലെ സമയം ഇവിടെ സ്വതന്ത്രം പറഞ്ഞോണം. പിടിച്ചു വെച്ച ചില നന്മകൾ, ന്യായമായിട്ട് ലഭിക്കേണ്ട ചില വാഗ്ദത്തങ്ങൾ നിന്റെ കയ്യിലെത്താതെ ഈ പകൽക്കാലം ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയോടുള്ള ബന്ധത്തിലായിരിക്കാം, കൂട്ടാളിയോടുള്ള ബന്ധത്തിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, ഓഫീസിലായിരിക്കാം, കുടുംബത്തിലായിരിക്കാം, ന്യായമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ചില വാഗ്ദത്തങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ധ്യാന യോഗത്തിൽ പരിശുദ്ധാത്മാ ദൂത് പറഞ്ഞ് തുടങ്ങിയാണ് ആദ്യ ദൈവം മടക്കി തരാൻ പോകുന്നത്. വിശ്വസിക്കുന്നവരൊക്കെ സ്വോത്രം പറഞ്ഞ് ദൂതേറ്റെടുത്തോണം, ദൂതേറ്റെടുത്തോണം, ദൂതേറ്റെടുത്തോണം. എവിടൊക്കെയോ ചില ദൈവപ്രവർത്തികൾ ഇന്ന് പകൽ നടന്നു തുടങ്ങിയതാണ്. നിന്റെ തലമുറ ജോലി ചെയ്യുന്ന ഓഫീസിൽ, നിന്റെ കൂട്ടാളി ആയിരിക്കുന്ന ഇടത്ത്, ന്യായമായി നിന്റെ കുടുംബത്തിൽ ശത്രു പിടിച്ചു വെച്ചിരിക്കുന്ന ചില നന്മകൾ, പിടിച്ചു വെച്ചിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മകൾ മടക്കി തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തുതിച്ചാരാധിച്ചു, സ്തുതിച്ചാരാധിച്ചു. യേശുവിന്റെ നാമത്തിൽ ചിലരോട് ദൈവമാവ് ഇടപെടുകയാണ്. ചില മിസ്രയീമ്യരോട് ഇടപെട്ടതുപോലെ ചില മേലധികാരികളോട്, ചില ഓഫീസേഴ്സിനോട്, ചില ജോലി സ്ഥലത്തില് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം അവിടുന്ന് സംഭവിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. അതിനകത്ത് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു ദൂത് ഞാൻ പറയാം. ഇസ്രായേൽ മക്കൾക്ക് ഇതുവരെ അവിടെ വേദന കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ കൃപ തോന്നിച്ചു. തമ്പുരാൻ എന്തോ ചെയ്തു? മിസ്രയീമ്യരോട് ചോദിച്ചു, തോന്നിച്ചു. സ്തോത്രം. അപ്പൊ ഇസ്രായേൽ മക്കൾ അടുത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് എല്ലാവരും കൂടെ വിളിക്കുക, വെള്ളിയാഭരണം ചോദിക്കുന്നു, പൊന്നാഭരണം ചോദിക്കുന്നു, വിലയേറിയ വസ്ത്രങ്ങൾ ചോദിക്കുന്നു. ഇവരൊന്നും ചോദിക്കുന്നതിലെല്ലാം പറക്കി കൊടുക്കും. അതൊരു കൃപയെങ്കിയോ? ചോദിക്കുന്ന എല്ലാം എന്താ ചെയ്യാ? പറക്കി കൊടുക്കും. അപ്പൊ എന്റെ ഭാവന കണ്ടൊരു കാര്യം ഞാൻ പറയാൻ പോവാ. അവരൊരു വലിയ പെട്ടിയൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചതാണ്. ഈ വെള്ളിയാഭരണവും പൊന്നാഭരണവും എല്ലാം എവിടെ ഇടുക? പെട്ടിക്കകത്തിടുക. എല്ലാവരും സന്തോഷത്തോടായിരിക്കട്ടെ. നിങ്ങളെല്ലാം ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്തിനാ? വചനത്തിന് മുമ്പിൽ വരുമ്പോ എല്ലാവരും ഫ്രീ ആയിട്ട് വചനം കേൾക്കും. ഈ പെട്ടിക്കകത്ത് എല്ലാവരും എന്താ ചെയ്യുക? ആരോട് ചോദിക്കുന്നു എല്ലാം പറഞ്ഞു കൊടുക്കുക. തമ്പുരാൻ ഇടപെട്ടിരിക്കുകയോ? അപ്പൊ ഈ പെട്ടിയെല്ലാം എന്താ കൊണ്ട് നിറയുക? ഇങ്ങനെ വെള്ളിയും പൊന്നും ഒക്കെ അവര് പറക്കി പെട്ടിക്കകത്ത് നിറയ്ക്കുമ്പോ ഒരു മനുഷ്യൻ യോസഫ് പറഞ്ഞ കാര്യമാണ്. യോസഫ് എന്താ പറഞ്ഞത്? ദൈവം നിങ്ങളെ സന്ദർശിക്കും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പുറപ്പാടുണ്ട്. പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അസ്ഥികളിലൂടെ പറക്കിക്കൊണ്ട് പോകണം, ഒന്നും പോലും വിളിട്ടേക്കരുത്. അപ്പൊ തമ്പുരാൻ കൃപ തോന്നിച്ച് മിസ്രയീമ്യരോട് ഇടപെട്ട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വിലയേറിയ വസ്തുക്കളും എല്ലാരും കൂടെ പറക്കിയെടുത്ത് പെട്ടിക്കകത്തിടുമ്പം ഈ മനുഷ്യനുണ്ടല്ലോ യോസഫ് പറഞ്ഞ കാര്യം ഓർത്തു, വാഗ്ദത്തം ഓർമ്മിച്ച ഇദ്ദേഹം ഒരു പെട്ടിയെ കൊണ്ട് വാങ്ങിച്ചു. യോസഫിനെ അടക്കിയ ശവകുടീരത്തിന്റെ അടുക്കിട്ടത് ശവകുടീരം മാന്തി ഈ പുള്ളിക്കാരൻ ഇപ്പൊ എന്തോ ചെയ്യുക? അസ്ഥിയെല്ലാം പറഞ്ഞ് ഈ പെട്ടിക്കകത്തില്ല. ഞാനൊരു ദൂത് പറയാനാ വരുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാകുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. യോസഫിന്റെ ശവകുടീരത്തിന്റെ അടുക്കൽ ചെന്നിട്ട് അത് മാന്തിയിട്ട് ഇദ്ദേഹം അസ്ഥിയെല്ലാം കൂടെ പറക്കി അതിനകത്തൊട്ടിരിക്കുക. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് എത്ര അസ്ഥി ഉണ്ടെന്നാ പഠിച്ചിരിക്കുന്നത്? 206 അസ്ഥിയുണ്ട്.
206 അസ്ഥികൾ. ഈ മനുഷ്യൻ പോയി ഈ കുട്ടിക്കകത്ത് എന്തോ ഇറങ്ങിയിടുക 200 അസ്ഥി കിട്ടി. പോകാൻ പറ്റുമോ? നീ എത്ര കൂടെ വേണം? പുള്ളി ഇങ്ങനെ സൂക്ഷിച്ച് സ്വത്രം എവിടെയെങ്കിലും മറിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നോക്കി എന്തോ ഇറങ്ങിയിടുക 205 എണ്ണം കിട്ടി. നീ എന്നോട് എത്രയുള്ളൂ? അത് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ജോസഫ് സത്യം ചെയ്യിപ്പിച്ചതാ. എന്താ സത്യം ചെയ്യിപ്പിച്ചത്? അസ്ഥി എല്ലാം പറഞ്ഞുകൊണ്ട് പോണതാണ്. 205 എണ്ണം കിട്ടി. അമ്മാമ ഒരെണ്ണം കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? അത് നോക്കുക, തപ്പിയെടുക്കുക. ഈ അവസരത്തിൽ മറ്റുള്ളവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മറ്റുള്ളവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. സ്വർണ്ണാഭരണവും വെള്ളിയാഭരണവും വിലയേറിയ വസ്തുവെല്ലാം കൂടെ സ്തോത്രം. ഒരു മനുഷ്യൻ മാത്രം അസ്ഥി പറക്കുക. ഞാനിന്ന് വൽക്കരം പറയാം, ആ മനുഷ്യൻ അസ്ഥിയല്ല പറക്കിയത്, വാഗ്ദത്തമാണ് പറക്കിയത്. സ്വത്രം. ഈ മനുഷ്യന്റെ പെട്ടിക്കകത്ത് മൊത്തം വാഗ്ദത്തമാണ് കയറി കിടക്കുന്നത്. ഇന്ന് രാവിലെ സമയം അവൻ പലതിന് പോയപ്പോൾ ഈ ധ്യാനയോഗത്തിൽ വാഗ്ദത്തം പറക്കാൻ വന്ന ചിലരുണ്ട്. ഇന്ന് പകൽ നീ വെറുതെ പോകത്തില്ല. ഇന്ന് പകൽക്കാലം നീ പോകുന്നത് വാഗ്ദത്തം പറക്കിക്കൊണ്ട അങ്ങനെ കുടുംബത്തിന് വിടുതലാണ്, തലമുറയ്ക്ക് വിടുതലാണ്, ഭാവിക്ക് വിടുതലാണ്. വാഗ്ദത്തം പറക്കുന്ന ചിലരെയോട്ട് ഇന്നത്തെ ദൈവാത്മാവ് സ്വന്തം പറയുക. സായിന്റെ പുറപ്പാടിന്റെ സമയമായി. കുഞ്ഞാട് അടക്കപ്പെട്ടു. കട്ടളക്കാരൻ പേരും കുറുമ്പടി പേരും അടക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം പുരട്ടി തീ ചുട്ടെടുത്ത മാംസവും കൈപ്പുശീരിയുമായിട്ട് പ്രസംഗി ആചരിച്ച് സ്തോത്രം അവൻ വടിപിടിച്ച് അരകെട്ടി അവനെ മിസ്രയീം വിടുന്ന സമയമാണ്. സ്തോത്രം. ഓരോരുത്തർ മരുഭൂമിയിൽ കൂടെ പോകുക. നിങ്ങൾ എല്ലാവരും അവിടെ തോളിലോട്ടൊന്ന് നോക്കി. എല്ലാവരുടെയും തോളിലൊരു പെട്ടിയുണ്ട്. പെട്ടിക്കകത്ത് എന്താ? സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും. പക്ഷെ താണ്ടൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ തോളിൽ എന്തോ ഉണ്ട്? ആൾക്കാരെ കളിയാക്കി പറഞ്ഞേക്ക, ഇവനെന്താടാ വാഗ്ദത്തക്കാരനായി പോയി വല്ല എല്ലുപടി ഫാക്ടറി വല്ലതും തുറക്കാൻ. സ്തോത്രം. ഇവന്റെ പെട്ടിക്കകത്ത് മൊത്തം എന്താ? അസ്ഥികൾ. ഞാൻ മുന്നേ ഓർപ്പിച്ചല്ലോ, അസ്ഥിയല്ല, ഇത് വാഗ്ദത്തമാണ്. വാഗ്ദത്ത കൈമുതലായിട്ട് ഇന്ന് പകൽക്കാലം തോളിലേറ്റി കടന്നു പോകുന്ന ചില വ്യക്തിത്വങ്ങൾ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് അവരോട് ദൂത് പറയുക, നിന്റെ വാഗ്ദത്തം വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കളും രാവിലെ സമയം സ്തുതിച്ച് ആരാധിച്ചോട് വർഷങ്ങൾ പഴക്കമുള്ള നടക്കത്തിന്റെ വിശാല പറയുന്ന ചില വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം നിറവേറുന്ന പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്ന ഭക്താരം വഹിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുക. യോസഫ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഫറവോൻ രാജാവിന് മനസ്സിലായി ഇവര് 70 പേരായിട്ട് മിസ്രയീമിൽ വന്നു. സന്താന സമ്പന്നരായിട്ട് പെരുകി ബലപ്പെട്ട് ദേശം അവരെ കൊണ്ട് 1-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ച് 1-ന്റെ 7-ാമത്തെ വാക്യം. അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ട് ദേശം അവരെ കൊണ്ട് 70 പേര് വന്നതാ. ഇപ്പൊ എന്താ സംഭവിച്ചത്? പെരുകി അവര് ദേശത്ത് നടന്നു. അപ്പോൾ ശത്രുവിനൊരു ഭയം. ഇവര് ശത്രു രാജ്യത്തോട് കൂടി ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ദേശം വിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഇവരുടെ വർദ്ധന ഇവരെ തടയും, ഇവരെ ഇല്ലാതെയാക്കണം. സ്തോത്രം. അതുകൊണ്ട് ആദ്യം അവരെന്താ ചെയ്തതെന്ന് അറിയാമോ? 1-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചു. 1-ന്റെ 11. ഒന്നാമതായിട്ട് ശത്രുവിന്റെ പദ്ധതി ശ്രദ്ധിച്ചോ? കഠിന പിശാചിന്റെ ഒരു പദ്ധതിയാണ് ദൈവമക്കളെ പീഡിപ്പിക്കുക. സ്തോത്രം. ശാരീരികമായിട്ട്,
മാനസികമായിട്ട്, ആത്മീയമായിട്ട്, ഭൗതികമായിട്ട് ദൈവമക്കളെ പീഡിപ്പിക്കുക എന്നുള്ളത് ആരുടെ പദ്ധതിയാണ്? പക്ഷെ ഇന്ന് പകൽ ഞാൻ ദൂത് പറയാം, പീഡനം ഒരിക്കലും സഭയെ തളർത്തിയിട്ടില്ല. അവിടെ എല്ലാം സഭ വളർന്നിട്ടേയുള്ളൂ. സ്വത്രം 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 സ്വത്രം. നിന്നെ എത്ര അടിച്ചമർത്താൻ നോക്കിയാലും, നിന്നെ എത്ര ഒതുക്കാൻ നോക്കിയാലും, അകത്ത് അഭിഷേകത്തിന്റെ ശക്തിയുണ്ടോ? ആത്മാവിന്റെ പകൽക്കാലം ദൂത് പറയുന്നു, ആ പീഡനത്തിന്റെ നടുവിൽ നീ ഒതുങ്ങത്തില്ല. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ആത്മാവിനെ വർദ്ധിപ്പിക്കുന്ന പകൽക്കാലമാണ്. കൃപ പ്രാപിച്ച ദൈവമക്കൾ സ്തുതിച്ചാരാധിക്കണം. പതിനാലാമത്തെ വാക്യം വായിച്ചേ. 14-ാമത്തെ വാക്യം. കളിമണ്ണ് വിശുകി കണ്ടോ? അടുത്തതായിട്ട് അവരെ കൊണ്ട് കാഠിന്യം, അവരുടെ ജീവനെ എന്തുവാക്കി? കൈപ്പാക്കി. ജീവനെ എന്തുവാ ചെയ്തു? ചില സന്ദർഭത്തിൽ ദൈവമക്കളുടെ ജീവിതത്തെ കൈപ്പാക്കി മാറ്റി, മാറാപോലെ ചില അവസ്ഥകളിട്ട് എല്ലാം പ്രതികൂലമാക്കി മാറ്റുന്ന ചില അവസരം. അവിടെയും ജനം വർദ്ധിക്കുക. ഇന്ന് പകലിൽ ദൂത് പറയാം, കഷ്ടങ്ങൾ പെരുകുന്നതോടൊപ്പം തന്നെ ആശ്വാസവും പെരുകുകയാണ്. പീഡനത്തിന് ഒതുക്കാൻ പറ്റത്തില്ല, കഠിനവേലയ്ക്ക് ഒതുക്കാൻ പറ്റത്തില്ല, ജീവിതത്തെ കൈപ്പാക്കിയ ദൈവത്തിന്റെ ജനത്തെ ഒതുക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവത്തിലെ നിങ്ങളെ ഏത് തരത്തിൽ പിശാച് ഒതുക്കാൻ നോക്കിയാൽ ഇന്ന് പകൽക്കാലം ദൈവകൃപയെ അകത്ത് വെളിപ്പെടുന്നുവെങ്കിൽ നിങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാണ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് സ്വന്തം ചെയ്തോണ്. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലേക്ക് ഇന്ന് പകൽ വഴി നടത്തുന്ന പകൽക്കാലം കൊണ്ടുപോയ യേശുവിന്റെ നാമത്തിൽ. പീഡനങ്ങൾ വന്നു, ജീവിതത്തെ കൈപ്പാക്കി, കഠിനവേദനകൾ അയച്ചു, ഊഴിയ വിചാരകന്മാരെ കൊണ്ടുവന്നു. അവരെ ആകപ്പാടെ തച്ചുടച്ച് കളയാൻ പിശാച് നോക്കിയിട്ടും അവര് തകരുന്നില്ല. അവരതിന്റെ നടുവിൽ വർദ്ധിക്കുക. അടുത്ത പിശാചിന്റെ പദ്ധതി ദൈവമൊക്കെ ശ്രദ്ധിച്ചാട്ട്, സൂതി കർമ്മിണിമാരെ ഇസ്രായേൽ ക്യാമ്പിലേക്ക് അയക്കുക. ഇസ്രായേൽ പാളയത്തിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞാണെങ്കിൽ എന്തോ ചെയ്യണം? കഴുത്ത് ഞെരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ആരെയാക്കി? സൂതി കർമ്മിണിമാരെ ആക്കി. സ്തോത്രം സ്തോത്രം. അപ്പൊ അവിടെ ജോലി, ഇസ്രായേൽ ക്യാമ്പിൽ ഒരാൺകുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇവരവിടെ ചെല്ലുക, അപ്പന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുക. ഇന്ന് രാവിലെ സമയം ദൂതമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്റെ കൂടാരത്തിൽ ചില നന്മകൾ അവൻ പുറത്തു വരുമ്പോൾ, ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെടുമ്പോൾ, ജീവനോടെ ചിലതിന് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് പോലെ വാഗ്ദത്തങ്ങളെ ഞെക്കിക്കൊല്ലുന്നതിന് ദേശത്തിന്റെ പോരുകൾ ഇന്ന് പകൽക്കാലം തല ഉയർത്തി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൂത പറയുക, ഒത്തിരി പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വിടുതൽ പ്രാപിക്കുന്ന ജനത്തോട് ആത്മാവിന് പറയാനുള്ള സന്ദേശം, നിന്റെ വാഗ്ദത്തത്തെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? ഈ സൂതി കർമ്മിണിമാര് കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഇസ്രായേൽ ക്യാമ്പിൽ ചെന്നപ്പോ ദൈവോട് വിട്ടു. ഒറ്റ ആൺകുഞ്ഞുങ്ങളെ തൊട്ടുപോയി. സ്വതന്ത്രം. അവര് വന്ന എന്തിനാ? കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ. പക്ഷെ തമ്പുരാൻ ഇടപെട്ടിട്ട് പറയുകയാണ്, ഒറ്റ ആൺകുഞ്ഞുങ്ങളെ എന്തോ ചെയ്തേക്കരുത്, തൊട്ടുപോയേക്കരുത്. സ്വതന്ത്രം പറഞ്ഞോണം, സ്വതന്ത്രം പറഞ്ഞോണം. നിന്റെ ചില വാഗ്ദത്തങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത് പോലെ അവൻ ജനനത്തിങ്കൽ തന്നെ ഞെരിച്ചു കൊല്ലുവാൻ നിൽക്കുന്നതിന് ദേശത്തിന്റെ ആധിപത്യത്തോടെ ഇന്ന് പകൽ ഈ ധ്യാനയോഗം ഇവിടെ നടക്കുമ്പോൾ സ്വർഗം ഇടപെടുകയാണ്. വാഗ്ദത്തത്തെ തൊട്ടുപോയേക്കരുത്, വാഗ്ദത്തത്തെ തൊട്ടുപോയേക്കരുത്. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽ ആരാധിച്ച് വിടുതലേറ്റത്തോട് നിന്റെ വാഗ്ദത്തത്തെ തൊട്ടുപോയേക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സൂതി കർമ്മിണിമാര് ഫറവോന്റെ വാക്കിനെ ലംഘിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്ത്
ആൺകുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? ജീവനോടെ രക്ഷിച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവം അവർക്ക് കുടുംബവർദ്ധനവ് നൽകി. ദൈവം അവർക്ക് തലമുറകളെ കൊടുത്തു. സ്തോത്രം പറയുമോ? നീ കർത്താവിന് വേണ്ടി ഒരു ചെറിയ വിരൽ അനക്കുക. സ്തോത്രം, സ്തോത്രം. കർത്താവിന് വേണ്ടി നീ വല്ലതും ചെയ്ത മറന്ന് കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ അവിടുത്തെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ലെന്ന്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനോട് പറയുക, ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നീ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം തലമുറയിൽ കണക്കിടും. അത് ആയുസ്സായി വെളിപ്പെടും, ആരോഗ്യമായി വെളിപ്പെടും, സമ്പത്തായി വെളിപ്പെടും, അവസരങ്ങളായി വെളിപ്പെടും. ദൈവം അത് തലമുറയിൽ കണക്കിടുമെന്ന്. സൂതികർമ്മിണിമാര് കുഞ്ഞുങ്ങളെ കൊല്ലാനാണ് എത്തിയത്. പക്ഷെങ്കില് അവര് ദൈവത്തെ ഭയപ്പെട്ടിട്ട് ആൺകുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? ജീവനോടെ ശേഷിപ്പിച്ചു. സ്തോത്രം. അതുകൊണ്ട് ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തെന്താ? അവർക്ക് തലമുറകളെ കൊടുത്ത് ദൈവം ആദരിച്ചു. ഒരു സ്തോത്രം പറയുമോ? അപ്പൊ ദൈവത്തിന് വേണ്ടി ദിവസങ്ങളിൽ നിന്നാൽ, സത്യത്തിന് വേണ്ടി നിന്നാൽ, ഉപദേശത്തിന് വേണ്ടി നിന്നാൽ, അഭിഷേകത്തിന് വേണ്ടി നിന്നാൽ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ കുടുംബത്തിൽ ആത്മാവിനും സത്യത്തിനുമുള്ള ആരാധനയ്ക്ക് വേണ്ടി നീ ഇറങ്ങിയാൽ, ദൈവാത്മാവ് എന്ന് മകൻ പറയുന്ന ദൂതൻ ദൈവം അത് കണക്കിടും. ദൈവം അത് കണക്കിടും. തലമുറയിൽ അനുഗ്രഹമായി ദൈവം വെളിപ്പെടുത്തും. അറിയാത്ത വഴികൾ ദൈവം തുറക്കും. അറിയാത്ത പാന്താവുകൾ ദൈവം വെട്ടി തുറക്കും. നീ ചിന്തിച്ചിട്ടില്ലാത്ത ചില ഇടങ്ങളിൽ ദൈവത്തിന്റെ ചില ഗമനാഗമനങ്ങൾ നിന്റെ തലമുറയിൽ നൽകി തരും. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് സ്തോത്രം ചെയ്യുന്ന ദൂരത്തിനോട് ഇതൊരു വാഗ്ദത്തമാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാണ്. ദൈവമൊക്കെ ശ്രദ്ധിച്ചേ, ഈ സൂതികർമ്മിണിമാരെ ഫറവോൻ എന്തിനാ നിയമിച്ചത്? ഇസ്രായേൽ മക്കൾക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ. പക്ഷെ ദൈവം തൊട്ടുപോയേക്കരുതെന്ന് പറഞ്ഞു. സ്വതന്ത്രം. ഇന്ന് പകൽ ആ ദൂതൻ വിശ്വസിക്കാമോ? നമ്മുടെ ചില വാക്തത്വങ്ങളെ തകർത്ത് കളയുക. സൂതികർമ്മിണിമാര് പോലെ പട്ടണത്തിൽ ഉയർന്നു നിൽക്കുന്ന ചില ശക്തികളുണ്ട്. ദൈവമാവിധ പറയുന്നു, ചിലതിനോട് ദൈവം കൽപ്പിച്ചു കഴിഞ്ഞു, എന്റെ ജനത്തെ തൊട്ടുപോയേക്കരുത്. വാഗ്ദത്തത്തെ തൊട്ടുപോയേക്കരുത്, ആരോഗ്യത്തെ തൊട്ടുപോയേക്കരുത്, പ്രാണനെ തൊട്ടുപോയേക്കരുത്, കുടുംബത്തെ തൊട്ടുപോയേക്കരുത്. യേശുവിന്റെ പറമ്പ് നോക്കിയപ്പോ ആൺകുഞ്ഞുങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ ഒന്നുപോലും ചാകുന്നില്ല. അതുകൊണ്ട് ഇവൻ ചെയ്തെന്താണെന്നറിയാമോ? അടുത്തതായിട്ട് പട്ടാളക്കാരെ എങ്ങോട്ടാ പോയി. ഞാൻ ഇന്ന് പകൽ 3 ശക്തിയെ പറ്റി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നു. ഒന്ന് സാത്താന്യ ശക്തി, 2 വിശ്വാസത്തിന്റെ ശക്തി, 3 ദൈവത്തിന്റെ ശക്തി. ചേർന്ന് പറഞ്ഞാട്ട്, സാത്താന്യ ശക്തി, വിശ്വാസത്തിന്റെ ശക്തി, 3 ദൈവത്തിന്റെ ശക്തി. സാത്താന്യ ശക്തിയെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കാൻ വേണ്ടി കഠിന വേലകൾ, സ്തോത്രം, 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 പീഡനങ്ങൾ, സൂതികർമ്മിണിമാര്. ഇപ്പോൾ ആരെ അപ്പോയിന്റ് ചെയ്തിരിക്കുക? പട്ടാളക്കാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. ഇസ്രായേൽ ക്യാമ്പിൽ ഏതെങ്കിലും ഒരു ആൺകുഞ്ഞിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പട്ടാളക്കാരെ മണത്തറിഞ്ഞ് അവിടെ ചെന്നിട്ട് അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ആ കുഞ്ഞിനെ കാലെ പൊക്കിയെടുത്ത് നൈൽ നദിയിലേക്ക് വലിച്ചെറിയുക. അവിടെ മുതലകളുണ്ട്, വിഷപ്പാമ്പുകളുണ്ട്,
മത്സ്യങ്ങളുണ്ട്. കുഞ്ഞൻ നൈൽ നദിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അവര് വന്ന് റാഞ്ചിക്കൊണ്ട് പോകും. സ്വതം എത്രയോ മാതാപിതാക്കൾ നെഞ്ചത്തടിച്ചുകൊണ്ട് അവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്, അതിനെ ഉപദ്രവിക്കരുത് എന്ന് നിലവിളിക്കുമ്പോൾ പട്ടാളക്കാർ യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യവും കാണിക്കാതെ ആ കുഞ്ഞുങ്ങളെ എടുത്ത് നൈൽ നദിയിലേക്ക് വലിച്ചെറിയുക. സ്തോത്രം, 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 സ്തോത്രം. സാഹചര്യം മനസ്സിലാകുന്നുണ്ടോ? ഈ സമയത്താണ് ലേവി കുടുംബത്തിൽ മോശക്കുഞ്ഞ് ജനിക്കാനായിട്ടിടയായി. ആ സാഹചര്യത്തെ പറ്റി നിങ്ങൾക്കൊരു ചെറിയ അറിവ് കിട്ടിയത് ഞാൻ ചിന്തിക്കുക. കഠിന വേല, ഊര്യ വിചാരകന്മാർ, പീഡനം, സ്തോത്രം, സ്തോത്രം, സൂതികർമ്മിണിമാർ, പട്ടാളക്കാര് കുഞ്ഞുങ്ങളെ എവിടേക്ക് വലിച്ചെറിയുക? നൈൽ നദിയിലേക്ക് വലിച്ചെറിയുക. ഈ സമയത്ത് ലേവി കുടുംബത്തിൽ ആര് ജനിച്ചു? മോശക്കുഞ്ഞ് ജനിച്ചു. സ്തോത്രം പറയാൻ കഴിയുന്നവർക്ക് സ്തോത്രം ചെയ്യണം. സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിലാണ് ഇന്ന് പഠിച്ച വാഗ്ദത്തം വെളിപ്പെടാൻ പോകുന്നത്. സാഹചര്യമെല്ലാം അനുകൂലമായിട്ടല്ല, സാഹചര്യമെല്ലാം അവ ശരിയായിട്ടല്ല. ഇന്ന് പകൽക്കാലം കർത്താവേ, ആർക്കുമില്ലാത്ത ചില പ്രതിബന്ധങ്ങൾ, ആർക്കുമില്ലാത്ത ചില പോരാട്ടങ്ങൾ എന്റെ കുടുംബത്തിൽ എന്തിനാ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. പരിശുദ്ധാത്മാവ് അവരോട് ഇന്ന് പകൽ ദൂത് പറയുക. ആ പ്രതിസന്ധിയുടെ നടുവിൽ ചില വാഗ്ദത്തം ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ ആത്മാവിൽ സ്തോത്രം ചെയ്തു തുടങ്ങുക. എല്ലാ വഴികളും അടയപ്പെട്ടാലും, എല്ലാ സാഹചര്യങ്ങളും അടയപ്പെട്ടാലും, എല്ലാം നിനക്ക് പ്രതികൂലമാണെങ്കിലും ആത്മാവിന്റെ പകൽ ദൂത് വഹിച്ചു പറയുക. ചില പ്രതിസന്ധിയുടെ നടുവില് ചില വാഗ്ദത്തം വെളിപ്പെടുത്തുകയില്ല. അക്കാലമടിച്ച് ശക്തിയോടെ ലേവി കുടുംബത്തിൽ ആര് ജനിച്ചു? മോശക്കുഞ്ഞ് ജനിച്ചു. ഈ ഭാഗം എബ്രായത്തിൽ പൗലോസ് എഴുതിയപ്പോൾ എന്താ എഴുതിയത് നോക്കണമല്ലോ. 11-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ച എബ്രായ ലേഖനം 11-ന്റെ-23-ാമത്തെ വാക്യം കേട്ടോ. ആ വാക്യം ശ്രദ്ധിക്കണം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ കേട്ടോ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. പിന്നെ രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ ഒരു സ്തോത്രം പറയാമോ? സ്തോത്രം പറയുമോ? മോശയുടെ മാതാപിതാക്കളാണ് യോക്കെബേദും ആമ്രാമും. സ്തോത്രം, സ്തോത്രം. ഒന്നാം തലമുറ ലേവിയ, രണ്ടാം തലമുറ കെഹാത്താണ്, മൂന്നാമത്തെ തലമുറയാണ് മോശയുടെ മാതാപിതാക്കൾ യോക്കെബേദും ആമ്രാമും. പണ്ട് അബ്രഹാമിനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിന്റെ സന്തതി പ്രവാസത്തിൽ പോകും, പക്ഷെ 4ാമത്തെ തലമുറയിൽ മടങ്ങി വരും. സ്വന്തം പറയുമോ? സന്തതി പ്രവാസത്തിൽ പോകും, പക്ഷെ 4ാം തലമുറയിൽ മടങ്ങി വരും. അതുപോലെ സംഭവിച്ചു. സ്തോത്രം. യോക്കെബേദും അബ്രാമും 3ാമത്തെ തലമുറയാണ്. അപ്പൊ 3ാം തലമുറയിലുള്ള മാതാപിതാക്കൾക്ക് മനസ്സിലായി വാഗ്ദത്ത സന്തതി ജനിക്കാൻ സമയമാണ്. കാരണം 4ാമത്തെ തലമുറയിൽ എന്തുകൊണ്ട് മടങ്ങിപ്പോക്കട്ടെ, മിസ്സയും വിടണം. അപ്പം യോക്കെബേദിന്റെ അമ്രാമിന്റെ കാലഘട്ടം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് 3ാം തലമുറയാണ്, വാഗ്ദത്ത സന്തതി ജനിക്കാൻ സമയമായി. സ്തോത്രം പറഞ്ഞോണം. എന്നും ഊഴി വിചാരകന്മാരുടെ ചാട്ടവാറിന്റെ അടിയല്ല, എന്നും പ്രശ്നങ്ങളല്ല, എന്നും പ്രതിബന്ധങ്ങളല്ല, നിന്റെ വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി. നിന്റെ കൂടാരത്തിൽ ചില വിടുതലുകൾ വെളിപ്പെടുവാൻ സമയമായി. ഇന്നലകളിൽ ശത്രു വഴികൾ അടച്ചു കളഞ്ഞെങ്കിൽ, വാഗ്ദത്തങ്ങൾ ഇല്ലാതെയാക്കിയെങ്കിൽ ആത്മാവിന്റെ മകൾ ദൂത് പറയുക, ചില വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായെന്ന്. ഇസ്രായേൽ ക്യാമ്പിൽ മാതാപിതാക്കൾ തലമുറകൾ എണ്ണി സന്തോഷിക്കുക. ഇത് 3ാം തലമുറയാണ്. വാഗ്ദത്ത സന്തതി ജനിക്കാൻ സമയമായി. ഇസ്രായേൽ ക്യാമ്പിൽ ദൈവമക്കൾ വാഗ്ദത്തം പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ
ശത്രുവിന്റെ പാളയത്തിൽ പിശാചിന് തലമുറ എണ്ണാൻ തുടങ്ങി. സ്വതന്ത്രം. അവൻ തലമുറ എണ്ണിയത് എന്തിനാ? കഴിഞ്ഞ 400 വർഷമായിട്ട് ഈ ജനത്തെ ഞങ്ങൾ അടിമപ്പെടുത്തി, ഞങ്ങൾ ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാ ഒരു വാഗ്ദത്ത സന്തതി ജനിച്ച് ഇവരെ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. പിശാചിൻ തലമുറ എണ്ണാൻ തുടങ്ങി. ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ദൂത് പറയാം, നാം തലമുറ എണ്ണി ചില വാഗ്ദത്തം അടുത്തു എന്ന് സന്തോഷിക്കുമ്പോൾ മറുഭാഗത്ത് പിശാച് തലമുറ എണ്ണി നിന്റെ വാഗ്ദത്തത്തെ തടയാൻ പദ്ധതിയിടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. അവൻ പദ്ധതി ഇട്ടു, ഈ വാഗ്ദത്തത്തെ എങ്ങനെ തടയാം, ഈ യാത്ര എങ്ങനെ മുടക്കാം, ഇവരെ എങ്ങനെ വിടാതിരിക്കാം. പിശാച് നോക്കിയപ്പോ കണ്ട പദ്ധതി ഫറവോനെ കയ്യിലെടുത്താൽ മതി. ഫറവോനെ കയ്യിലെടുത്താൽ മതി. അതുകൊണ്ട് ഫറവോനെ കയ്യിലെടുത്തുകൊണ്ട് പീഡനം ആരംഭിച്ചത്. കഠിനവേലകളാൽ ഇസ്രായേലിനെ പീഡിപ്പിക്കാൻ നോക്കിയത്. സൂതി കർമ്മിണിമാരെ കൊണ്ടുവന്ന്, പട്ടാളക്കാരെ കൊണ്ടുവന്ന് ആൺകുഞ്ഞുങ്ങളെ ജീവനോട് നൈനദിലേക്ക് വലിച്ചെറിയുവാനായിട്ട് പദ്ധതിയിട്ടത്. ഇത്രയും പൊതിബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലേവി കുടുംബത്തിൽ മോശക്കുഞ്ഞ് ജനിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലേവി കുടുംബത്തിൽ മോശക്കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞിന്റെ ജനനത്തിങ്കൽ തന്നെ അപ്പനും അമ്മയ്ക്കും മനസ്സിലായി ഇവൻ വാഗ്ദത്ത സന്തതിയാണ്. സ്തോത്രം പറയാമോ? സ്തോത്രം. ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാര് കണ്ടു. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരിക്കുന്ന പ്രോപ്പർ ചൈൽഡ്. അതിന്റെ അർത്ഥം ഇവനാണ് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ഈ 30 ലക്ഷം ജനത്തെ വാഗ്ദത്ത കനാലിൽ എത്തിക്കാനുള്ള വാഗ്ദത്ത സന്തതി. ഇന്ന് മകൻ ദൈവാത്മാ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ തലമുറയെ പറ്റി നിങ്ങൾ ഇന്ന് മകൻ വെളിപ്പാട് ചിലത് കാണുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മോശയുടെ അമ്മയപ്പന്മാരെ കണ്ടു, ശിശു സുന്ദരനാണ്. മോശയുടെ അമ്മയപ്പന്മാര് കണ്ടു, മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ വാഗ്ദത്ത കനാലിൽ കൊണ്ടെത്തിക്കാനുള്ള അവൻ സ്വന്തം വീണ്ടെടുപ്പുകാരനാണെന്ന്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വിശ്വാസത്തിന്റെ ശക്തിയാണ്. ഫറവോന്റെ ഉത്തരവെന്ന് ജനിക്കുന്ന സകല ആൺകുഞ്ഞുങ്ങളെയും ജീവനോടെ കൊന്നുകളയാം. സ്തോത്രം, സ്തോത്രം. ആരെങ്കിലും രാജകീയമായിട്ടുള്ള ഉത്തരവ് ലംഘിച്ചാല് ഇവരെയും കൊന്നുകളയും, അപ്പനെയും അമ്മയതയും കൊന്നുകളയും. ഈ സമയത്താണ് ലേവി കുടുംബത്തിൽ ആര് ജനിച്ചത്? മോശക്കുഞ്ഞ് ജനിച്ചത്. ജനനത്തിങ്കിൽ തന്നെ ശിശു സുന്ദരൻ എന്ന് ആര് കണ്ടു? ഇവരെ ഒളിപ്പിക്കുക. സ്തോത്രം. അപ്പൊ ദൈവമൊക്കെ ശ്രദ്ധിച്ചു, ആ അപ്പന്റെ അമ്മയുടെ ഒക്കെ ആ ത്യാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഈ കുഞ്ഞിന്റെ ശബ്ദം വെളിയിൽ കേൾക്കാൻ പറ്റുമോ? കേട്ടാൽ എന്തോ സംഭവിക്കും? പട്ടാളക്കാർ ഓടി വരും. കൊച്ചിന് മാത്രമാണ് പ്രശ്നം, അപ്പനും. കാരണം രാജകൽപ്പന ലംഘിച്ചിരിക്കുക. സ്തോത്രം. ഓരോ പ്രാവശ്യം ഈ കുഞ്ഞ് കരയുമ്പോഴും അവരെ വാബുദ്ധി. സ്തോത്രം. ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവരാകുന്ന പരിപാടി നോക്കുക. എത്ര മാസം ഒളിപ്പിച്ചു? 3 മാസം ഒളിപ്പിച്ചു. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, മുഴുത്ത മാനസാന്തരം എത്ര മാസം? 3 മാസത്തിനകത്ത് അറിയാം ഈ കുഞ്ഞ് ജീവിക്കുമോ മരിക്കുമോ എന്ന്. 3 മാസത്തിനകത്ത്. അപ്പൊ അതുവരെ ആവേശത്തോടെ എല്ലാരും വന്ന് സ്തോത്രമൊക്കെ പറയും. സ്തോത്രം. ഹല്ലേലൂയ. ചെറിയ ചിന്തയാൻ ഓഫീസിൽ മാത്രമേ ഉള്ളൂ. ദൂതിലേക്ക് വരും. 3 മാസമായപ്പോ കുഞ്ഞിന്റെ ശബ്ദമുണ്ട്. അപ്പൊ അപ്പനും അമ്മയ്ക്കും മനസ്സിലായി, ഇനി കുഞ്ഞിനെ എവിടെ ഒളിപ്പിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ ഒളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്താ എന്നറിയാമോ? ഒരു ഞാങ്ങണപ്പൊട്ടകം വാങ്ങിച്ചു. സ്തോത്രം. നൈൽ നദിയുടെ കരയിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഈ
ഞാങ്ങണപ്പട്ട ഉണ്ടാക്കാനുള്ള പാപ്പറസ് അവൻ ചെടി എന്ന് പറയും. ഇതുകൊണ്ട് അവരൊരു ഞാങ്ങണപ്പട്ട ഉണ്ടാക്കി. ഞാങ്ങണപ്പട്ടകത്തിനകത്തും പുറത്തും പശയും കീലും അവര് തേച്ചു. ഞാൻ എന്ന് പറയുന്നത് എന്റെ ഭാഷയിലേക്ക് വ്യാഖ്യാനിക്കുകയാണ്. ഈ പശ ദൈവവചനത്തിന്, ഈ കീല് പരിശുദ്ധാത്മാവിനും ഒരു സാദൃശ്യപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം വിശ്വാസ ജീവിതമാകുന്ന ഞാങ്ങണപ്പെട്ടകം വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ വചനത്തിന്റെ പശയൊന്ന് തേച്ച് പിടിപ്പിക്കുമോ? പരിശുദ്ധാത്മാവിന്റെ കീലൊന്ന് തേച്ച് പിടിപ്പിക്കുമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്നെ ഒരുപക്ഷെ വെള്ളത്തിൽ ഇട്ടെന്ന് വരും. വെള്ളം ഇതിനകത്ത് കയറാൻ അനുവദിക്കത്തില്ല. കീല് വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന പശ ഞാങ്ങണകളെ തമ്മിൽ ഒട്ടിപ്പിച്ചെടുക്കുന്നതാണ്, ചേർത്ത് നിർത്തുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, വചനവും ആത്മാവും ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ല. പണം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്, ആരോഗ്യം കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന്, പിടിപാടുകൾ കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. നമുക്ക് ഈ ദിവസങ്ങൾ എന്താ വേണം? ദൈവവചനം വേണം, പരിശുദ്ധാത്മാവിന്റെ ആരാധന വേണം. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? നിങ്ങളുടെ സകല വിഷയത്തിന് പരിഹാരം ഇതിനകത്തുണ്ട്, വചനത്തിനകത്തുണ്ട്, പരിശുദ്ധാത്മാവിനകത്തുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ വിശ്വാസ ജീവിതമാകുന്ന പെട്ടകം വചനത്തിൽ അധിഷ്ഠിതമായിട്ട്, ആത്മാവിൽ അധിഷ്ഠിതമായിട്ട് ഇന്ന് പകൽ പണിതെടുത്ത് പോരാട്ടങ്ങൾ വരും, പക്ഷെ നിങ്ങൾ അതിനെ ജയിക്കും. യോബിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. എന്തോ പരീക്ഷകളായി യോബിനെ. 10 മക്കളാണ് ഒറ്റ ദിവസം യോബിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു. സ്വതന്ത്രം ഞാനീ പറയാൻ നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടു നോക്കി. യോബിന്റെ വീടിന്റെ മുറ്റത്ത് 10 ഡെഡ് ബോഡി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. സ്വതന്ത്രം അപ്പനെന്ന നിലയിൽ ഇയ്യോബ് വേണം ഈ കുഞ്ഞുങ്ങളുടെ മുഖം പറയും. ആ മനുഷ്യൻ പറയുന്ന വാദ്യമുണ്ട്, യഹോവ തന്നു അവരുടെ നാമം. പക്ഷെ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അവൻ എന്നെ കൊന്നാലും എന്റെ നടപ്പ് ഞാൻ അവന്റെ മുമ്പാകെ തെളിയിക്കും. കുഞ്ഞുങ്ങൾ ഒരു ദിവസം ലോകത്തുനിന്ന് മാറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഇവന്റെ ശരീരം മുഴുവനും വ്രണങ്ങളാൽ നിറയപ്പെട്ടു. ഇവന്റെ പുസ്തകം വായിച്ച 14 വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. പിള്ളേര് പോലും കളിയാക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ദുർഗന്ധം വമിക്കും. ഏതോ ഒരു ചിന്തകൻ എനിക്ക് ബുക്ക് ചെയ്യാൻ വായിച്ചപ്പം സാക്ഷാൽ കുഷ്ഠരോഗമായിരുന്നു. മാംസമടർന്ന് മാറി. ചാരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കൈ കൊണ്ട് ചാരം വാരി മുറിവിലിടുമ്പോ ഓട്ട് കഷ്ണം കൊണ്ട് പുഴുവിനെ തോണ്ടിയെറിയുക. മാംസം അഴുകിപ്പോകുന്ന രോഗം. സ്തോത്രം, സ്തോത്രം. ഇവന്റെ സമ്പത്തെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. ആടും ഒട്ടകവും ആടുമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. സ്തോത്രം. ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന 1,99,70,75,000 രൂപയുടെ നഷ്ടമാണ് ഒറ്റ ദിവസം ഇയ്യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. നമ്മളാണെങ്കിൽ അടുത്ത സമാജത്തിന് വരുമോ? ഭാര്യ പറയുകയാണ്, നിന്റെ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ തള്ളി പറഞ്ഞു പോയി ചത്തുക. ഇവന്റെ സ്നേഹിതന്മാര് വന്നിട്ട് പറയുക, നീ എന്തോ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ പരിശോധനയിൽ കൂടെ കടന്നുകൊണ്ട്. പക്ഷെ ആ മനുഷ്യൻ പറയുന്ന ഒരു വാചകമാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ഒടുവിൽ എനിക്ക് വേണ്ടി പൊടിമയിൽ വീഴും. സ്തോത്രം, 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 സ്തോത്രം. വീണ്ടെടുപ്പുകാരൻ എന്ന പദത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടത് മടക്കി തരാൻ കഴിവുള്ള. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാവിലെ സമയം സ്തോത്രം ചെയ്യണം. ശരീരം മണ്ണോട് അവൻ ഇഴുകിച്ചേർന്നാലും, അവൻ 10 മക്കൾ നഷ്ടപ്പെട്ടാൽ
നഷ്ടപ്പെട്ടാലും സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടാലും അവൻ ഭാര്യ മരിച്ചു കളയുവാൻ ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഭക്തൻ അവൻ ഉറച്ചു നിൽക്കാൻ വചനം അവന്റെ അകത്തുള്ളത് കൊണ്ട് അവൻ പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കുമെന്ന്. ഇന്ന് പകൽക്കാലം വചനം കൊണ്ട് ഹൃദയം നിറയ്ക്കണം. ദൈവത്തെ കുറിച്ചുള്ള അറിവ് ദൈവമക്കൾക്കുണ്ടായി. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നത് അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ. ഉപനിധി എന്ന വാക്കിന് ഒരു ദൈവദാസൻ കൊടുത്തിരിക്കുന്ന അർത്ഥം, ദൈവത്തിൽ നമ്മൾ എന്തോ ഏൽപ്പിച്ചിട്ടുണ്ടോ അതാണ് ഉപനിധി. നിങ്ങളുടെ പ്രാണൻ ദൈവത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? തലമുറയെ ദൈവത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളെ തന്നെ ദൈവത്തിന് സഞ്ചരിപ്പിച്ചിട്ടുണ്ടോ? ദൈവക്കാരൻ പറയുന്നു, ആ ദിവസം, ഏതാ ആ ദിവസം? ഒന്നുകിൽ നിങ്ങളുടെ മരണം, ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ദൈവശക്തനാണ്. പീഡനങ്ങൾക്ക് ഒതുക്കാൻ പറ്റത്തില്ല, പ്രതിബന്ധങ്ങൾക്ക് ഒതുക്കാൻ പറ്റത്തില്ല. ഇന്ന് മകൾ പൗലോസിനോട് ചേർന്ന് എത്ര പേര് പറയും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുന്ന ഇയ്യോബ് പറഞ്ഞു. അവൻ പൗലോസ് പറയാ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന്. ദൈവത്തിന്റെ ഉറച്ച തീരുമാനങ്ങളാണ് ചില വിടുതലിന്റെ കാര്യം. എബ്രായ ബാലന്മാരെ നിങ്ങളത് ശ്രദ്ധിച്ചോ? അവര് പറയുന്നത്, ഈ ദൈവത്തിൽ ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. അറിയാവുന്നവർ ചേർന്ന് പറ, വിടുവിച്ചില്ലെങ്കിലും രാജാവിന്റെ സ്വന്തം വിപത്തെ ഞങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ രാജാവിന്റെ സ്വന്തം വിപത്തെ നമസ്കരിക്കുന്നതിന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത് അറിയാവുന്നവരോട് ചേർന്ന് പറയും, ചൂള പതിവായിട്ട് ചൂട് പിടിപ്പിക്കുന്നതിന്റെ ചുമ്മാന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. ബലശാലികളായ പട്ടാളക്കാര് ഇവരെ പിടിച്ച് ബന്ധിച്ച് തീയുടെ അടുക്കലേക്ക് ചെന്നപ്പോ അവര് കരിഞ്ഞു പോയി. ആ തീയുടെ ചൂട് നിങ്ങളൊന്ന് കണ്ടു നോക്കി, അവര് കരിഞ്ഞു പോയെന്ന്. സ്വതന്ത്രം ഒന്ന് രണ്ട് ദൂതുകൾ ഞാൻ ഇവിടെ പറയാം. എബ്രായ ബാലന്മാര് തീക്കകത്ത് വീണു. പക്ഷെ എന്താ സംഭവിച്ചത്? തീക്കകത്ത് ഒരു മനുഷ്യൻ വീണാൽ ആദ്യം സംഭവിക്കുന്നത് കേട്ടിട്ടുള്ള തലമുടി കരിയും, ദേഹത്തിൽ തീ കയറി പിടിക്കും, വസ്ത്രം കത്തും. ഈ എബ്രായ ബാലന്മാരുടെ തലമുടി കരിഞ്ഞോ? ശരീരം എന്തോ? വസ്ത്രത്തിന് കേടുപറ്റിയോ? പക്ഷെ അവിടെ നടന്നൊരു അത്ഭുതം ഞാൻ പറയാം. ആർക്കെങ്കിലും പറയാൻ അത്ഭുതം? സ്വതന്ത്രം തീയുടെ ബലത്തെ കർത്താൻ വേണ്ടി അവിടെ നടന്ന സ്വതന്ത്രം ശരീരത്തിന് കേടുവന്നില്ല, തലമുടി കരിഞ്ഞില്ല, വസ്ത്രം കരിഞ്ഞില്ല. പക്ഷെ അവിടെ നടന്ന സംഭവം, അവരെ കിട്ടിയ കയറ് കരിഞ്ഞു. സ്വതന്ത്രം പറ, അവരെ കിട്ടിയ കയറ് കരിഞ്ഞു പോയെന്ന്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിലെ പ്രാർത്ഥന കേടുവരത്തില്ല. നിന്നെ തൊടാൻ ശത്രുവിന് കഴിയത്തില്ല. പക്ഷെ നിന്നെ കെട്ടിയ ചില അന്യായ ബന്ധനങ്ങളുണ്ട്. ഇന്ന് ഈ ആരാധന നടുവില്ല അത് കഴിയുമാറിക്കൊണ്ടിരിക്കുക. കരമടിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ച് ദൈവത്തിന് സ്വത്രം പറയണം. യേശുവിന്റെ നാമത്തിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 3 പേരെയാണ് തീക്കാത്തെ കിട്ടത്. പക്ഷെ നാലാമതൊരുവൻ അവന്റെ മുഖം ഒരു ദൈവപുത്രന് തുല്യമാണ്. ഇന്ന് ഉടക്കാലത്തിന്റെ കഷ്ടതയുടെ നടുവില് മാറി നിൽക്കുന്ന ദൈവമല്ല, കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. തീക്കാത്ത വാസത്തെ എത്ര പേരെ ഇട്ടത്? സ്വത്രം രാജാവ് നോക്കിയപ്പോ ഇപ്പൊ എത്ര പേരുണ്ട്? 4-ാമത്തവന്റെ രൂപം ആരുടെ കൊണ്ടിരിക്കുക? ഒരു കാര്യം വ്യക്തമാണ്, ദൈവമക്കളുടെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഈ സ്തേഫാനോസിനെ ഇസ്രായേൽ പരീക്ഷകൾ കൂർത്തുമുർത്ത കല്ലുകൊണ്ട് ശരീരത്തിൽ എറിഞ്ഞു പിടിപ്പിച്ചു. മാംസകഷണങ്ങൾ ചിതറി മാറുക. ആ മനുഷ്യൻ മുട്ടുകുത്തി
സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ? സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇന്ന് പകൽ സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവമക്കളുടെ കഷ്ടതകളുടെ നടുവിൽ മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത്, മറിച്ച് കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ്. ഇന്ന് പകൽ ആർക്കുമില്ലാത്ത ചില പരിശോധനകൾ, ആർക്കുമില്ലാത്ത ചില വേദനകൾ, ആർക്കുമില്ലാത്ത ചില ഒറ്റപ്പെടുത്തലുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവ് ഇന്ന് പകൽ അവരുടെ ദൂത് പറയുക, നിന്റെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നാലാമന്റെ രൂപ ദൈവത്തിന്റെ രൂപത്തോട് തുല്യമാണെങ്കിൽ ഇന്ന് പകൽ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധമായ ദൂത് പറയുക. അവിടെ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, നമ്മള് ദൈവത്തിന്റെ അടുക്കൽ ഇന്ന് പകൽക്കാലം കടന്നു വന്ന കർത്താവ് എനിക്കൊരു പ്രശ്നമുണ്ട് എന്നല്ല പറയുന്നത്, ആ പ്രശ്നത്തെ നോക്കി പറയാം എനിക്കൊരു യേശുവുണ്ട്. എനിക്കത് വായിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു സാറേ. സ്വന്തം കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഇന്ന് പകൽ ആ പ്രശ്നത്തെ നോക്കി പറയാം എനിക്കൊരു കർത്താവുണ്ട്. എത്ര പേര് പറയുമെന്ന് പറയും? എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്. എന്റെ കർത്താവ് ഇന്ന് പകൽ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്ന കർത്താവ്, എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന കർത്താവ്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവ്, എന്റെ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്ന കർത്താവ്. നിന്റെ ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളെ ഇന്ന് പകൽ നൃത്തം ചെയ്യുവാൻ കരുത്തുള്ള ഒരു കർത്താവ് ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്തുതിച്ചാരാധിക്കണം. ഞാൻ വിശ്വാസത്തിന്റെ ശക്തിയെ പറ്റി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അപ്പന്റെ അമ്മയുടെയൊക്കെ ധൈര്യം ഭയങ്കരമല്ലേ? രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ എത്ര മാസം ഒളിപ്പിച്ചു? ചാടുകയാണെങ്കിൽ അവരെല്ലാം ചാടും. പക്ഷെ ആത്മാവിൽ അവർ കണ്ട് ഈ കുട്ടി ആരാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ മാതാപിതാക്കളുടെ വിഷൻ ഭയങ്കര, ദർശനം ഭയങ്കര. അവർക്ക് മനസ്സിലായി ഇവൻ ആരാ, ഒരു സാധാരണ കുഞ്ഞല്ല, ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്തങ്ങളാൽ കൊണ്ടെത്തിക്കുന്ന വീണ്ടെടുപ്പുകാരനവര്. അതിനുവേണ്ടിയാ 3 മാസം ഒളിപ്പിച്ചത്. കരച്ചിലിന്റെ ശബ്ദം കൂടിക്കഴിഞ്ഞപ്പം ഞാങ്ങണപ്പെട്ടകം വാങ്ങിച്ചിട്ട് അകത്തും പുറത്തും എന്തോ വാരി തേച്ചു, പശയും കീഴും വാരി തേച്ചു. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് അതിനകത്ത് കിടത്തി നൈൽ നദിയുടെ കരയിൽ കൊണ്ട് വെച്ചിരിക്കുക. അവന്റെ പെങ്ങൾ മിരിയം ദൂരത്ത് മാറി നിന്ന് നോക്കുക, ഇവരെന്ത്. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോ എന്തും സംഭവിക്കും. അവിടെ നൈൽ നദിയുടെ കരയിൽ മുതലകളുണ്ട്, വിഷപ്പാമ്പുകളുണ്ട്, അടിച്ചുയർന്നു വരുന്ന വലിയ തിരകളുണ്ട്. ഈ കുഞ്ഞിനെ തിരക്കകത്ത് താഴെ കടലിലോട്ട് കൊണ്ടുപോയാൽ പിന്നെ അവൻ കയറി വരത്തില്ല. എന്തും സംഭവിക്കാം. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ അവന്റെ പകൽ ദൂരത്ത് മാറി നിന്ന് നോക്കിയ മകൾ വചനം കേൾക്കുന്ന ദൈവത്തിനെ നീ ആരാധനയ്ക്ക് വരുമ്പോൾ, സ്വത്രം പറയുമ്പോൾ, കൈയടിക്കുമ്പോൾ, അവൻ പഴയ പലതും വിട്ടിറങ്ങി വരുമ്പോൾ പലരും നോക്കി നിന്ന് കാണുകയ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ. പക്ഷെ ഇതവകൾ വിശ്വാസത്തിന്റെ ശക്തി അകത്ത് വ്യാപരിക്കുന്ന ദൈവവേദനുണ്ടെങ്കിൽ ആത്മാവിന്റെ ദൂത് പറയുക, നിന്നെ പരിപാലിക്കുവാൻ എന്റെ ദൈവ ശക്തനാണ്. വിശ്വാസത്തിനകത്ത് പ്രൊട്ടക്ഷനുണ്ട്, വിശ്വാസത്തിനകത്ത് വിടുതലുണ്ട്, ദൈവമനുഷ്യന് വിശ്വാസത്തിനകത്ത് കരുതലുണ്ട്. ഇനി ഞാൻ പറയുന്ന ദൂത് ദൈവമൊക്കെ ശ്രദ്ധിക്കണം. ഈ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇട്ടപ്പോ കൊട്ടാരത്തിനകത്ത് ദൈവപ്രവൃത്തി ആരംഭിക്കുക. ഇതുവരെ നമ്മൾ ചിന്തിച്ചിരുന്നായിരുന്നു വിശ്വാസത്തിന്റെ ശക്തിയാണ്. ഇനി ദൈവത്തിന്റെ ശക്തിയെ പറ്റി ഞാൻ പറയാൻ പോവാ. ഈ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഞാങ്ങണപ്പെട്ടകം ഒരുക്കി നൈൽ നദിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കൊട്ടാരത്തിനകത്ത് ദൈവം ഇടപെടാൻ തുടങ്ങി.
പറഞ്ഞോണം. ഇന്ന് പകൽ നിന്റെ വിടുതലിന് വേണ്ടി ആരെ തൊടണമെന്നും എവിടെ തൊടണമെന്നും ഏത് ഓഫീസിൽ തൊടണമെന്നും ഏത് ഫയലിൽ തൊടണമെന്നും ഏത് കുടുംബത്തെ തൊടണമെന്നും ഏത് വ്യക്തിയെ തൊടണമെന്നും ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് അറിയാം. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ യോസഫിന് എന്റെ മനസ്സിലേക്ക് വരിക. 17-ാമത്തെ വയസ്സിൽ യോസഫ് 2 ദർശനങ്ങൾ. അറിയാവുന്നവർക്ക് പറഞ്ഞാട്ടെ ഏതൊക്കെയാ യോസഫ് കണ്ട ദർശനം? യോസഫിന്റെ കറ്റ, എല്ലാ കറ്റയും സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസഫിനെ വീട്ടിൽ പറഞ്ഞു. അവിടുന്ന് പ്രശ്നമുണ്ടായി. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ യോസഫ് ചെന്നത് അവരെ പിടിച്ച് എവിടിട്ടു? പറഞ്ഞാട്ടെ, പൊട്ടക്കിണറ്റിൽ. സ്തോത്രം. ഞാൻ ഇന്ന് വൽക്കാലം ദൂത് പറയാം, നിന്റെ ദർശനം പൊട്ടക്കിണറ് കൊണ്ട് ഒതുങ്ങുന്നതല്ല. നിന്റെ ദർശനം അതിന്റെ വീതയാണ്. ശത്രുവിദോഷം ചില പൊട്ടക്കിണറ്റിനെ ഇട്ട് വാഗ്ദത്തം ഒതുക്കാൻ നിൽക്കുകയാണെങ്കിൽ ആത്മാവിന്റെ മകൾ വചനത്തിന്റെ ദൂത് പറയുക, നിന്റെ വാഗ്ദത്തം പൊട്ടക്കിണറ് കൊണ്ട് ഒതുങ്ങത്തില്ല. ചില വ്യക്തികൾ ഒതുക്കാൻ നോങ്ങിയാൽ നീ ഒതുങ്ങത്തില്ല. നിന്റെ വാഗ്ദത്തം അതിന് മീതയാണെന്ന്. യോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റു. സ്തോത്രം, സ്തോത്രം. പൃഥ്വിയുടെ ഭവനത്തിൽ അവൻ വന്നു. അവന് വിശ്വസ്തനായതുകൊണ്ട് യോസഫ് കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടു. 1-2 വർഷമല്ലേ. 17-ാമത്തെ വയസ്സിൽ ദർശനം കണ്ടവൻ 30-ാമത്തെ വയസ്സിലാണ് കൊട്ടാരത്തിൽ വന്നത്. അപ്പൊ കാരാഗൃഹത്തിൽ എത്ര വർഷം കിടന്നു? 13 വർഷം. ഒരു സ്വതന്ത്രം പറഞ്ഞോണേ കേട്ടോ. ഒരു ദർശനത്തിന്റെ പിൻപിൽ ഒരു വ്യക്തി സഹിക്കുന്ന പങ്കപ്പാട് ശ്രദ്ധിച്ചോ. ഒരു കാര്യം വ്യക്തമാണ്, ദർശനത്തിന് വില കൊടുത്തെങ്കിലേ പ്രാപിച്ചെടുക്കാൻ പറ്റൂ. ഈസി അല്ല. വാഗ്ദത്തം വലുതാണെങ്കിൽ പോരാട്ടം അത്രയ്ക്കും വലുതായിരിക്കും. വ്യക്തം ചെയ്യാം. നിന്റെ പെട്ടകം അരാരാത്തിൽ ഉറക്കണമെങ്കിൽ വെള്ളം അത്രേ പൊങ്ങിയേ പറ്റത്തുള്ളൂ. സ്വതം സ്വതം സ്വതം. അരാരാത്തിന്റെ നെറുകയിൽ നിനക്ക് കാല് കുത്തണമെങ്കിൽ നീ അത്ര ഉയർന്നേ പറ്റത്തുള്ളൂ. ചെറിയ വാഗ്ദത്തങ്ങൾക്ക് ചെറിയ പോരാട്ടമേ ഉള്ളൂ. ഉന്നതമേറിയ വാഗ്ദത്തങ്ങൾ ജീവിതത്തിലുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം സ്തോത്രം ചെയ്തോണ്. ആർക്കുമില്ലാത്ത ചില പോരാട്ടങ്ങൾ, ആർക്കുമില്ലാത്ത ചില വേദനകൾ, ആർക്കുമില്ലാത്ത ചില തകർച്ചകൾ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ശ്രദ്ധിച്ചോണ്. നിന്റെ വാഗ്ദത്തം വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസഫ് എവിടെ വന്നിരിക്കുക? കാരാഗൃഹത്തിൽ വന്നിരിക്കുക. എത്ര വർഷമായി? സ്വതന്ത്രം. യോഹന്നാന്റെ ദൂത് എവിടെ പറയാം? ഒരിക്കൽ അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്ര വിചാരകന്മാരുടെ പ്രമാണിയും ഒരു രാത്രി ദർശനം. രാവിലെ വന്നപ്പോ അർത്ഥം പറഞ്ഞു. സ്വതന്ത്രം. അർത്ഥം അറിയാം, പക്ഷേ ദർശനം അറിയാം, പക്ഷെ അർത്ഥം അറിയില്ല. അവരിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടപ്പോ യോസഫിന്റെ അടുക്കൽ ഇവൻ ദർശനം സഹോദരന്മാരോട് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ വന്നത്. പറഞ്ഞേ, കാരാഗൃഹത്തിൽ വന്നു. യോസഫ് 2 പേരോട് സ്വപ്നത്തിന്റെ അർത്ഥം കൊണ്ട് പറഞ്ഞു. അപ്പക്കാരുടെ പ്രമാണിയോട് പറഞ്ഞു, 3 ദിവസത്തിനകത്ത് ഫറവോൻ നിന്നെ വിസ്തരിക്കും, കുറ്റക്കാരനായിട്ട് കാണും, നിന്റെ കഴുത്ത് വെട്ടി മാറ്റും. അതുപോലെ സംഭവിച്ചു. പാനപാത്ര വിചാരകന്മാരുടെ പ്രമാണിയോട് എന്താ പറഞ്ഞത്? 3 ദിവസത്തിനകത്ത് ഫറവോൻ നിന്നെ വിസ്തരിക്കും, കുറ്റക്കാരനല്ലെന്ന് കാണും, നിന്നെ പഴയ ജോലിയിൽ എടുക്കും. അതുപോലെ സംഭവിക്കും. പോകാൻ നേരത്ത് യോസഫ് ഈ മനുഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പോയി ശമ്പളമൊക്കെ വാങ്ങിക്കുമ്പോ എന്നെ കൂടെ. പക്ഷെ പുസ്തകം പറയുക അവരെ മറന്നു കാണും. യോസഫിനെ എന്തോ ചെയ്തു? അതിനൊരു സ്വതന്ത്രം പറയാമോ? ഒന്ന് സന്തോഷത്തോടെ സ്വതന്ത്രം. നിങ്ങൾ ചോദിക്കുക, മറക്കുന്നതിന് എങ്ങനെയാ സ്വതന്ത്രം പറയുന്നത്? അതിന് പ്രത്യേകം സ്വതന്ത്രം പറയണം.
അപ്പൊ ചിലൊക്കെ മറന്നത് ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുക. ചെറിയ അപ്പാവിധോൽക്കാരൻ പറയുക, മറന്നതിന് സ്വോത്രം പറഞ്ഞോളൂ. ഈ ഒരു സന്തോഷത്തോട് സ്വോത്രം പറ. പ്രാർത്ഥന നിർത്താൻ സമയമായോ? 12 കഴിഞ്ഞതേ ഉള്ളൂ. 1 മണിയാകുമ്പോൾ നമ്മൾ നിർത്തും. സ്വോത്രം 4 ദൂത് പറയണം. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഈ യോസേഫിനെ അവരെന്തോ ചെയ്തു? ഞാനിങ്ങനെ ഭാവനയിൽ കാണാറുണ്ട്. ഈ പാനപാത്ര വിചാരകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർത്തായിരുന്നെങ്കിൽ എന്തായാലും തന്നെക്കാട്ടിൽ ഉയർന്ന ഒരു പോസ്റ്റ് റെക്കമെൻഡ് ചെയ്യുമോ? ഇദ്ദേഹത്തിന്റെ ജോലി ഫറവോൻ വീഞ്ഞു കുടിക്കുന്നതിന് മുമ്പേ വീഞ്ഞിനകത്ത് വിഷമുണ്ടോന്ന് നോക്കാൻ താൻ തന്നെ കുടിച്ച് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ആർക്ക് വീഞ്ഞു കൊടുക്കത്തുള്ളൂ. രാജാക്കന്മാർക്ക് അന്നത്തെ കാലത്ത് വീഞ്ഞു കൊടുക്കും. ഇതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ആര്? ഈ പാനപാത്ര വിചാരകൻ. അങ്ങനെയാണെങ്കിൽ എന്റെ ചിന്ത ഞാൻ പറയാം. ഇദ്ദേഹം ജോസഫിനെ ഓർത്തൊരു ജോലി മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ മുന്തിരിങ്ങ മേടിച്ചുകൊണ്ട് വരികയോ അത് കഴുകി പാത്രത്തിനകത്ത് പിടിയോ ചെയ്ത ജോലി ആർക്ക് കൊടുക്കുന്നു? നിങ്ങൾ സമ്മതിക്കുന്നില്ല. എന്തായാലും തന്നെക്കാൾ ഉയർന്ന ഒരു പോസ്റ്റ് എന്തായാലും കൊടുക്കത്തില്ല. സ്വതന്ത്രം. ഞാൻ ചോദിക്കട്ടെ, 17ാമത്തെ വയസ്സിൽ ദർശനവും കണ്ട് 13 വർഷം കാരാഗൃഹത്തിൽ കിടക്കുന്ന ഒരു മുന്തിരിങ്ങ മേടിക്കുന്ന ജോലി കൊടുത്താൽ പറ്റുമോ? നിങ്ങൾ പറ, പറ്റുമോ? ഒന്ന് സന്തോഷത്തോടെ സ്വതന്ത്രം പറയല്ലേ. ആ ജോലി കൊടുത്താൽ മതിയോ? സ്വതന്ത്രം. അപ്പം ചിലതിന്റെ ബുദ്ധിയതയും കെട്ടിയത് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? നിന്റെ ഉയർച്ച അവന്റെ കെയറോഫിലല്ല, ദൈവമാണ് ചില വഴി തുറക്കുന്നത്. നിന്റെ കൂടാരത്തിൽ തെളിയിച്ചെടുക്കാൻ വേണ്ടി ഇന്നലകളിൽ ചിലതിന്റെ ബുദ്ധിയെ കെട്ടി ആമൻ സ്വതം ആമൻ വഴികൾ അടച്ചു കളഞ്ഞെങ്കിൽ നിരാശപ്പെട്ടു പോകേണ്ട, സങ്കടം പറയേണ്ട. ആത്മാവിന്റെ മകൾ വിളിച്ചു പറയുന്നു, നിന്റെ വഴി വരുന്നതേ ഉള്ളൂ. നിന്റെ വാഗ്ദത്തം തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ കൂടാരത്തിൽ ചില നന്മകൾ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ ശുശ്രൂഷയുടെ ചില പുതുക്കങ്ങൾ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. വിശ്വസിക്കുന്നവർ കാലാടിച്ച് ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ഫറവോനെ തൊട്ടു. കഴിഞ്ഞ രാത്രി ഫറവോൻ 2 ദർശനങ്ങൾ രാവിലെ വന്നപ്പോഴത്തേക്ക് മറന്നു. സ്വന്തം പറഞ്ഞോണേ. മന്ത്രവാദികളെ, ആഭിചാരകന്മാരെ എല്ലാം വിളിച്ചു. അവർക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പാനപാത്ര വിചാരകന്മാരുടെ ബുദ്ധിയെ ദൈവം തുറക്കുക. പണ്ട് ഞാൻ കാരാഗൃഹത്തിലായിരുന്നപ്പം എന്റെ ദർശനത്തിന് അർത്ഥം പറഞ്ഞ ഒരു യോസഫ് എവിടെ കിടപ്പുണ്ട്? സ്വന്തം പറഞ്ഞോണേ. ചില സമയത്ത് ചിലതിന്റെ ബുദ്ധിയെ ദൈവം കിട്ടും, ചിലടത്ത് തുറക്കും. നിങ്ങളൊരു സന്തോഷത്തോടല്ല എന്റെ ഭൂമിയിലേക്ക്. സ്വതന്ത്രം 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 സ്വതന്ത്രം. ചിലതിന്റെ ബുദ്ധിയെ ദൈവം കെട്ടും, ചിലതിന്റെ ബുദ്ധിയെ ദൈവം തുറക്കും. യോസഫ് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. ഫറവോന്റെ ദർശനം എന്താ നമുക്കറിയാം. പുഷ്ടിയുള്ള 7 പശുക്കൾ. അല്പസമയം കഴിഞ്ഞപ്പം മെലിഞ്ഞ 7 പശുക്കൾ വന്ന് പുഷ്ടിയുള്ള 7 പശുക്കളെ എന്ത് ചെയ്തു? സ്വല്പം കഴിഞ്ഞപ്പോ അടുത്ത ദർശനം. കിഴക്കൻ കാറ്റിനാൽ നേർത്ത് മെലിഞ്ഞ 7 കതിരുകൾ, പുഷ്ടിയുള്ള 7 കതിരുകൾ എന്ത് ചെയ്യുന്നു? സ്വന്തം. ഇതാ ദർശനം. അർത്ഥം അറിയുന്നില്ല. എല്ലാരെയും വിളിച്ചു. മന്ത്രവാദികളെ, ആഭിചാരകന്മാരെ എല്ലാം വിളിച്ചു. ഇവർക്ക് ആർക്കും എന്തോ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ സമയം ദൂരമായി. ചിലതിന്റെ ബുദ്ധിയെ ദൈവം കെട്ടുന്നത് നിനക്കൊരു ഓപ്പണിങ്ങിന് വേണ്ടി, നിന്റെ വാഗ്ദത്തം വെളിപ്പെടാൻ വേണ്ടി. രക്തത്താജയം പരിശുദ്ധാത്മാവിന്റെ മകളിൽ ഒരു ദൂത് പറയുക. ദൈവം ചില ദേശത്ത് ചില കുടുംബങ്ങളെ ഈ ദിവസങ്ങളിൽ അവൻ കണ്ടിട്ടുണ്ട്. അവൻ യോസഫേ, നിന്നെ വിളിച്ചകത്ത് കയറ്റും. നീ പ്രാർത്ഥിച്ചാൽ ചില വിടുതലുകൾ നടക്കത്തക്ക നിലയിൽ, അവൻ ആരാധനയ്ക്ക് വരത്തക്ക നിലയിൽ ആത്മാവിന്റെ മകൾ ദൂത് പറയുക. ചില കൂടാരത്തെ ദൈവം തൊടാൻ പോകുക. എത്ര പ്രഗത്ഭരാണെങ്കിലും എത്ര ശക്തരാണെങ്കിലും ആര് നോക്കിയാലും നടക്കാത്ത ചില വിടുതൽ ദൂത ഏറ്റെടുത്ത് സ്വതന്ത്രം ചെയ്തോ.
പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ മുമ്പിൽ ആ വിഷയം വരും. നമ്മൾ പോയി വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. വിടുതൽ അവിടെ നടക്കും. വിടുതൽ നടന്നാൽ സ്തോത്രം തായ്വേര് പൊക്കിയെടുത്ത് വരുന്നത് പോലെ ചില കുടുംബങ്ങളുടെ തായ്വേരുകളെ ദൈവം പൊക്കും. നിരാശപ്പെട്ട് പോകേണ്ട, ഭാരപ്പെട്ട് പോകേണ്ട, പ്രവർത്തനത്തിന് വിശാലതകൾ നൽകി തന്ന് ദൈവം നമ്മെ മാനിപ്പാൻ ശക്തനാണെന്ന് പരിശുദ്ധാത്മാവിന്റെ മകൻ ദൂത് പറയുക. വിശ്വസിക്കുന്നവർ സ്തോത്രം പറയണം. പണ്ടത്തെ പോലെ നല്ല കാലം ശുശ്രൂഷയോടുള്ള ബന്ധത്തില്, ആളുകളുടെ ബന്ധത്തില് ആത്മാവിനകത്ത് കൽപ്പിക്കാറുണ്ട്. ഒരു കേൾവി ദേശത്ത് വെളിപ്പെടുത്തുന്നതിലെ ചില ദൈവപ്രവൃത്തി അകത്ത് നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറയണം. സ്തോത്രം. യോസഫാനോട് വിശദീകരിക്കാൻ തുടങ്ങി. പുഷ്ടിയുള്ള 7 പശുവും പുഷ്ടിയുള്ള 7 കലയും, മെലിഞ്ഞ 7 പശുക്കളും കിഴക്കൻ കാറ്റിനാൽ നേർത്ത 7 സ്തോത്രം. ഹൃദയാസൻ വ്യാഖ്യാനിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പുഷ്ടിയുള്ള 7 കതിരും 7 പശുക്കളും ആദ്യകാല വിശ്വാസ അനുഭവത്തെ കാണിക്കും. സ്തോത്രം പറഞ്ഞാൽ ഒരു ആരോഗ്യം. സ്തോത്രം. കൈ അടിച്ചാൽ ഒരു ബലം ഉണ്ടായിരുന്നു, ആരാധിച്ചാൽ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. ഇതെല്ലാം മെലിഞ്ഞ് 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 സ്തോത്രം പറഞ്ഞപ്പോ കേൾക്കട്ടെ. അത് ഇത്രയും പേര് സ്തോത്രം പറഞ്ഞിട്ട് പോലും ഒരു ശക്തി വരുന്നു. പണ്ട് ഞങ്ങളുടെ അടുത്ത് നെരിയാപുരത്തെ ഒരു പാപ്പിയപ്പച്ചനുണ്ട്. പാപ്പിയപ്പച്ചനുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ 2 മാസം ദുബൈയിലായിരുന്നു. ഞാനൊരു സഭയില് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഈ പാപ്പിയപ്പച്ചന്റെ കൊച്ചുമോൾ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ചോദിച്ചറിയാനായിട്ട് ഇടയായി. ഈ പാപ്പിയപ്പച്ചന്റെ ഒരു സ്തോത്രം എന്ന് പറഞ്ഞാൽ 100 കിലോ വെയിറ്റ് ആയി. പാപ്പിയപ്പച്ചന്റെ ഒരു സ്തോത്രത്തിന് നമ്മളെല്ലാവരും കൂടെ സ്തോത്രം പറഞ്ഞാലും പാപ്പിയപ്പച്ചന്റെ പഞ്ചായത്ത് വരെ ഒരു സ്തോത്രത്തിന് 100 കിലോ വെയിറ്റ് ആയി. അപ്പച്ചനെ കുറിച്ച് ബിസിനസ്സുകാരനാണ്. ഓമല്ലൂർ ചന്തയിലെ മലഞ്ചരക്ക് വ്യാപാരിയാണ്. ഇഞ്ചി കുരുമുളകും എല്ലാം കൊച്ചു കൊച്ചു കച്ചവടക്കാരിൽ നിന്ന് തൂക്കി വാങ്ങിച്ചിട്ട് ഹോൾസെയിലായിട്ട് ഇരിക്കുന്ന ജോലിയായി പാർട്ടിയെ കുറിച്ച്. രാവിലെ 4:30 മണിയാകുമ്പോൾ വീട്ടിൽ നടന്നു. അപ്പച്ചന്റെ 2 കയ്യിലും 2 സഞ്ചി. ഒരു സഞ്ചിക്കകത്ത് ഈ ബിസിനസിന് വേണ്ടി എല്ലാം ഉരുപ്പടിയുണ്ട്. മറ്റേ സദ്യക്കകത്ത് അന്നത്തെ കാലത്ത് ഒരു മെഗാഫോണാണ്. മെഗാഫോൺ എന്തിനാണെന്നറിയാമോ? പരസ്യവും നടത്താൻ വേണ്ടിയാണ്. അന്നത്തെ കാലത്തെ ഓമല്ലൂർ ചന്തയാണ്. 4 കരയിൽ നിന്ന് ആൾക്കാർ വന്ന് സ്വന്തം ബിസിനസ് നടത്തുന്ന ഓമല്ലൂർ വയൽവാടി പോക്കറിയാമോ? 8:30 ആകുമ്പോഴത്തേക്ക് അപ്പച്ചന്റെ ബിസിനസ് എല്ലാം കഴിയും. ഓമല്ലൂർ ചന്ത ഇങ്ങനെ നിറഞ്ഞ ആള് നിൽക്കുക. അപ്പച്ചന്റെ ഒരു സ്തോത്രത്തിന് എത്ര കിലോ എന്നാ പറഞ്ഞ്? ഈ മെഗാഫോണോടെ കൈ വിട്ടപ്പോ ഓമല്ലൂർ ചന്തയിൽ അപ്പച്ചന്റെ ശബ്ദം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. പരസ്യം നടത്തുക. ആള് കൊടുപ്പോ അറിയാതെ അപ്പച്ചന്റെ ശബ്ദം കൊടുക്കും. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഒരിക്കലും അവിടുത്തെ ക്ഷേത്രത്തിൽ ഒരു വലിയ ഉത്സവം നടക്കും. 4 കരയിൽ നിന്ന് ആനയൊക്കെ എഴുന്നള്ളിപ്പിച്ച് അവിടെ ദൈവത്തൊക്കെ എടുത്തോണ്ട് വരിക. ഈ നെരിയാപുരം, കൈപ്പത്തൂര് ഈ ഭാഗത്തൂന്ന് ഘോഷയാത്രയായിട്ട് ആൾ വരിക. ഈ സമയത്ത് ഓമല്ലൂർ ചന്ത ആരുടെ പരസ്യവും നടക്കുക? പാപ്പിയപ്പച്ചന്റെ പരസ്യവും നടക്കുക. അപ്പച്ചനെ കണ്ടു കഴിഞ്ഞപ്പോ ഈ ചെണ്ട ഒട്ടുകാർക്കൊരു സുഖം. അവർ ചെണ്ട ഇങ്ങനെ അടിച്ചു പിടിപ്പിച്ചോണ്ട് അപ്പച്ചൻ വിടുമോ? അപ്പച്ചൻ ആ ശബ്ദം ഇച്ചിരി കൂടെ കൂട്ടി പ്രസംഗം നടത്തി. എന്താ സംഭവിച്ചെന്നറിയാമോ? ചെണ്ടയടിച്ച അടുത്ത് വരിക. ഒരു 20 മീറ്റർ മുമ്പിൽ വന്നപ്പോ ആന അവിടെ നിന്നു. ആന നിന്നെന്ന് കുറേ സമയം നോക്കിയിട്ട് ആന മുമ്പോട്ട് വരുന്നില്ല. ചെണ്ടയടിക്കാരൻ ചെണ്ടയടി ആൾക്കാരെല്ലാം അവിടെ നിൽക്കുക. ആരും വന്നാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ആട്ടുകുട്ടി എടുത്തുകൊണ്ട് പോകുന്ന ആനയൊക്കെ എടുത്തോണ്ട് പങ്ങിരിക്കുന്ന അവസരത്തിൽ ഒരാള് ഓമല്ലൂർ ചന്തയെ നോടി ക്ഷേത്രത്തിൽ ചെന്ന് പ്രധാനപ്പെട്ട പൂജാരിയുടെ കാര്യം
അവര് ലക്ഷണം വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞത്, നമ്മുടെ ശക്തിയേക്കാൾ വലിയ ശക്തിയുള്ളൊരു മനുഷ്യനവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ടാ നമ്മുടെ ശക്തിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. അത് മനസ്സിലാവുന്നുണ്ടോ? നമ്മള് കൈയടിച്ച് അന്യഭാഷ പറയുന്നേ ഉള്ളൂ. ഭയങ്കര ശക്തിയായിട്ട് നമുക്കിത് അറിയാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പകലൊന്ന് തിരിച്ചറിഞ്ഞാൽ വലിയ ദൈവശക്തി ആവരിക്കും. ചില അടുക്കാത്തത് എന്താ? ചില ഫോൺ വിളിച്ചിട്ട് തൊടാത്തത് എന്താ? നിങ്ങളുടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാ. പണ്ട് ബാലാക്ക് ബിലിയാമിനെ വിളിച്ചു. ആരെ ശപിക്കാൻ? ഇസ്രായേൽ മക്കളെ ശപിക്കാൻ. വലിയൊരു കുഞ്ഞിന്റെ മുകളിലോട്ട് കയറി ശപിക്കാനായിട്ട് അവിടെ എന്നതാണ്. പക്ഷെ അവൻ വാ തുറന്നപ്പോ തന്നെ പറയാ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. അറിയാവുന്നവർ പറ, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. സ്തോത്രം. ഞാൻ പറയാം, ബിലിയാം കുന്നിന്റെ മുകളിൽ കിടന്ന് നോക്കിയപ്പോ 10-30 ലക്ഷം ജനം സമാഗമന കൂടാരം അവന്റെ നടുവിൽ, അതിന്റെ ചുറ്റും 4 കോണിലായിട്ട് 4 ദിക്കിലായിട്ട് 3 ഗോത്രങ്ങൾ വീതം തമ്പടിച്ച് 10-30 ലക്ഷം ജനം കിടക്കുകയാണ്. ബിലിയാം നോക്കുമ്പോ 30 ലക്ഷത്തിന്റെ പാളയത്തിന്റെ കവിയെന്ന നിലക്കാണ് അതിന്റെ തലയ്ക്ക് മീതെ വിരിഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ശെഖേനയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ദൂത് പറയാ, 30 ലക്ഷം മരുഭൂമിയിലാണെങ്കിലും അവിടെ തലയ്ക്ക് മീതെ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് പകൽ നീ പാർക്കുന്ന കൂടാരത്തിൽ നീ അറിയാതൊരു സാന്നിധ്യം, നീ അറിയാതൊരു ശെഖേന. പറയുകയാണ്, രാജകോലാഹലം അവിടെ നടുവിലുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. എന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കളെ, നിങ്ങളുടെ വേർപാടാണ് നിങ്ങളുടെ ശക്തിയുടെ ആധാരം. ലോകത്തോട് കൈകോർത്ത് ലോകക്കാരുമായിട്ട് ചേർന്ന് പോയാൽ അവൻ ശക്തി കുറയും. പക്ഷേ നീ എടുത്തിരിക്കുന്ന വിശ്വാസത്തിന്റെ വേർപാടിനകത്ത് ഉറച്ചു നിന്നാൽ ദൈവാത്മാവിന്റെ മകൻ വിളിച്ചു പറയട്ടെ, ഒരു ശക്തിക്കും നിന്നെ തൊടാൻ പറ്റൂല. ഇസ്രായേലിന്റെ ജയത്തിന്റെ ഒന്നാമത്തെ കാരണം വേർപാട്. രണ്ടാമതായിട്ട് പറയുന്നു, രാജകോലാഹലം അവിടെ നടുവിലുണ്ടെന്ന്. പരിശുദ്ധാത്മാവിന്റെ ആരാധനയാണ്. കൂടാരത്തിനകത്ത് ആരാധനയുണ്ടോ? കൈയടിച്ചുകൊണ്ട് അന്യഭാഷ പറഞ്ഞ് നിന്റെ കൂടാരത്തിനകത്ത് നാട്ടം ആരാധിക്ക്. ദൈവം വിളിച്ചു പറയുക, ഒരു ശക്തിയും തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. വിലയം പറയുക, ആ വിചാരം യാക്കോബിനും ലക്ഷണവിധി ഇസ്രായേലിനും പറയാമോ? പലരും പലപ്പോഴും നിന്നെ തളർത്തിക്കളയാൻ, ഇല്ലാതാക്കാൻ, മുകിച്ചു കളയുക പദ്ധതികൾ പലതും ആസൂത്രണം ചെയ്തിട്ട് നടക്കാത്തത് എന്താണെന്ന് അറിയാമോ? നീ ഒരു ഇസ്രായേലാണെങ്കിൽ, നീ ഒരു യഹൂദനാണെങ്കിൽ, ആത്മാവിന്റെ മകൻ വിളിച്ചു പറയട്ടെ, ഒരു ദൈവവൈതലാണെങ്കിൽ, വേർപെട്ട ദൈവവൈതലാണെങ്കിൽ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലാണെങ്കിൽ, പരിശുദ്ധാത്മ വിളിച്ചു പറയുക, നിന്റെ കൂടാരത്തിനകത്തത് കേറത്തില്ലെന്ന്. പോട്ടെ, ദൈവശക്തിയെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. മോശക്കുഞ്ഞിനെ കൊണ്ട് ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് കിടത്തിയപ്പോ ദൈവം കൊട്ടാരത്തിൽ ഇടപെട്ടു. ഫറവോന്റെ ബുദ്ധിയോട് പറയുകയാണ്, ഇന്ന് എവിടെ കുളിക്കണ്ട? കൊട്ടാരത്തിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണ്ട, എവിടെ പോയി കുളിക്കണം? സ്വന്തം പറയുമോ? ദൈവത്തിന്റെ ഇടപെടിയിൽ എന്തോ ഇടപെടിയില്ല. സ്വന്തം അവിടെ 4 തോഴിമാരെ വിളിച്ചുകൊണ്ട് കുളിക്കാനായിട്ട് നൈൽ നദിയിലോട്ട് വരും. സ്വന്തം എന്റെ ചിന്ത ഞാൻ പറയാം. അവള് വന്ന് നോക്കിയപ്പോ നാണ്ടൊരു ഞാങ്ങണപ്പെട്ട കവർ തുറന്നു നോക്കിയപ്പം എബ്രായയുടെ കുഞ്ഞുങ്ങളിൽ ഒന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവള് മിസ്രൈമിലെ ഫറവോന്റെ പുത്രിയല്ലേ, ഇവക്ക് എന്തോ ചെയ്യാം? കുഞ്ഞിനെ കാലെ പൊക്കിയെടുത്ത് നൈൽ നദിയിലേക്ക് എറിയാം. പക്ഷെ വചനം പറയുന്നു, കുഞ്ഞ് കരയുന്നു, അവിടെ മനസ്സിനെ ദൈവം അറിയിച്ചു.
കണ്ണുനീരിന് ഇന്ന് പകൽ പവറുണ്ടെന്ന്, കണ്ണുനീരിന് പവറുണ്ടെന്ന്. നീ കരയാൻ തയ്യാറാണോ? ചില ഹൃദയങ്ങളെ ദൈവം ഇന്ന് പകൽ അലിയിപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരെ സ്വോത്രം പറഞ്ഞ് ആരാധിക്കണം. ദൈവത്തിന്റെ സമയമൊക്കെ എന്ന് ഓർത്ത് സ്വോത്രം പറഞ്ഞു. ഭഗവാന്റെ പുത്രി തലേ ദിവസം വന്നാൽ നീ ഞങ്ങളുടെ പട്ടം കാണുമോ? അവിടെ ഒന്ന് വിളിച്ചിട്ടൊക്കെ പോകത്തേ ഉള്ളൂ. പിറ്റേ ദിവസം വന്നാലും കാണാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മുതലയുണ്ട്, വിഷപ്പാമ്പുണ്ട്, തിര വന്ന് പൊക്കിക്കൊണ്ട് പോകും. ആ ദൈവത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയമാണ്. ഒരു ദിവസം ദൈവം നേരത്തെ ദൈവം ചെയ്യത്തില്ല, ഒരു ദിവസം താമസിച്ച് ചെയ്യത്തില്ല. ദൈവത്തിന്റെ സമയം കറക്റ്റ് സമയമാണ്. മകൻ സ്വോത്രം പറഞ്ഞോളെ. നിന്റെ കുഞ്ഞിന് വേണ്ടി വെളിപ്പെടാൻ പോകുന്ന കറക്റ്റ് സമയത്താണ്. ചില വഴി വെളിപ്പെട്ടില്ലല്ലോ എന്നോട്ട് ഭാരപ്പെടണ്ട. ദൈവത്തിന് സമയമുണ്ട്, തക്ക സമയമാണ്. ഇന്ന് മകൻ തക്ക സമയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അറിയാത്ത വാതിലുകൾ ദൈവം തുറക്ക്, അറിയാത്ത വഴികൾ ദൈവം തുറക്ക്, അറിയാത്ത പങ്കാളികൾ ദൈവം തുറക്ക്. വിശ്വസിക്കുന്നവർ സ്വന്തം പറഞ്ഞ് ആരാധിച്ചോളാം. നിന്റെ കൂടാരത്തിൽ ഒരു തക്ക സമയം. ഈ പറവന്റെ പുത്രി വന്ന് ഈ കുഞ്ഞിനെ നോക്കിയപ്പോ അവൾക്ക് മനസ്സിലായി കുഞ്ഞിനെ കൊല്ലത്തില്ല, കുഞ്ഞിനെ വളർത്താനുള്ള പുറപ്പാട്. ഈ സമയത്ത് മോശയുടെ പെങ്ങളുണ്ടല്ലോ മിരിയാം, ഓടി വന്നു. സംസാരിച്ചോ പറയുക, ഈ കുഞ്ഞിനെ വളർത്താൻ ഒരു സ്ത്രീയെ വിളിച്ചോട്ടെ വരട്ടെന്ന് ചോദിച്ചു. നമുക്കറിയാവുന്ന ഭാഗമല്ലേ. അവളെന്താ പറഞ്ഞേ? വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഈ കൊച്ചു പോയി ആരെ തന്നെ വിളിച്ചോണ്ട് വന്നു. സന്തോഷത്തോടെ കുഞ്ഞിനെ കൊടുത്തു വിട്ടു. മോശക്കുഞ്ഞിന്റെ വീട്ടിൽ രാജകീയമായ ചെലവിൽ ഇപ്പൊ ആരും വളരുക. അമ്മയ്ക്ക് ശമ്പളവും മുലപ്പാല് കൊടുത്തതിന് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം വാങ്ങിച്ച ഒരമ്മയുണ്ടെങ്കിൽ മോശയുടെ അമ്മയാണ്. നീ വിശ്വാസത്തിന് വില കൊടുത്താൽ നിനക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന നന്മ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ലാത്ത അത്രയ്ക്കും വലിയ വിടുതലാണെന്ന്. മാത്രമോ ഞാനതൊക്കെ ഇങ്ങനെ ഭാവന കാണാറുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി ഫറവോന്റെ കൊടി വെച്ച് ഒരു വലിയ കുതിരവണ്ടി വരും. ഇതിനകത്ത് നിറച്ച് സാധനമാണ് വീട്ടിലേക്കുണ്ട്. കൊച്ചിനുള്ള പാൽപ്പൊടിയുണ്ട്, പാരക്സ് ഉണ്ട്, കുറുക്കിനുള്ള സാധനമുണ്ട്. നിങ്ങളെന്തെങ്കിലും മെഡിക്കൽസിയായിട്ട് നമുക്ക് ആ ഭാഗ്യം കിട്ടിയതെന്ന് പറഞ്ഞ് മോശയുടെ അമ്മയ്ക്ക് കിട്ടി. സ്വത്രം. എന്നിട്ട് അപ്പനും അമ്മയ്ക്കും കുടുംബക്കാർക്കും വേണ്ട എല്ലാ ഉരുപ്പടി അതിനകത്തുണ്ട്. നമ്മൾ റേഷ്യം മേടിക്കുന്ന പോലെ ആണോ പറവം കൊടുക്കുന്നത്? ആണോ മാമി? രാജകീയമായ പ്രൗഢി അനുസരിച്ചിട്ട് കുതിരവണ്ടി നിറച്ച സാധനമാണ്. ദൂതിയം പറയാം, നിർണയമുള്ളവൻ, വാഗ്ദത്തമുള്ളവൻ കൂടാരത്തിൽ ജനിച്ചാൽ, സഭയിൽ ജനിച്ചാൽ അവൻ നിമിത്തം നിന്റെ ക്ഷേമം മാറുമെന്ന്. അവിടെ എല്ലാം ദൂതാണല്ലോ. ഇതൊക്കെ ശ്രദ്ധിച്ചോണേ. ഇത്രയും ത്യാഗം സഹിച്ച് ശ്രദ്ധിച്ചോ. രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാം. 3 മാസം കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. സ്വത്രം സ്വത്രം. ഞാങ്ങണപ്പട്ട വാങ്ങിച്ച് പശയും വീലും തേച്ച് അതിനെ വെച്ച് ഞാങ്ങണപ്പട്ടകത്തിനകത്ത് ഒളിപ്പിച്ച് നൈനദിയിൽ കൊണ്ടുവച്ചു. വിശ്വാസത്തിന് വേണ്ടി ചില തീവ്രമേറിയ തീരുമാനങ്ങൾ എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവരെന്തോ പറയും, ഇവരെന്തോ പറയും, അച്ഛനെന്തോ പറയും, വീട്ടുകാരെന്തോ പറയും. ഇന്ന് മകൻ നീ ഭയപ്പെടരുത്. വിശ്വാസത്തിന് വേണ്ടി ഒരു ചുവട് വെക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് ദൈവം പറയുക, നീ കൊടുക്കുന്ന വിശ്വാസത്തിന്റെ ത്യാഗത്തിനപ്പുറത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്.
സ്തോത്രം, 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 സ്തോത്രം. ഈ യോഗത്തിനകത്ത് വലിയ ദൈവശക്തി ആവശ്യപ്പെട്ടിരിക്കുക. വലിയ ദൈവസാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നിർണയമുള്ളൊരു വാഗ്ദത്ത സന്തതി കൂടാരത്തിനകത്ത് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ കൂടാരത്തിന് ശൂന്യത മാറുകയ. ഇന്ന് പകൽക്കാലം നിന്റെ വാഗ്ദത്ത സന്തതി ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്തോണ്. അവൻ വളരട്ടെ, അവൻ കൃപ പ്രാപിക്കട്ടെ. അവൻ നിമിത്തം ശൂന്യത നിന്റെ കൂടാരത്തിന് മാറ്റാൻ എന്റെ ദൈവശക്തി. എന്റെ സ്നേഹിതൻ വി മോനിസൻ തന്റെ പുസ്തകത്തിൽ കണ്ണുനീരിന്റെ സന്തതി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകും. ഇന്ന് നീ നിന്റെ സന്തതി ഓർത്ത് കരഞ്ഞാൽ നാളെ കരയേണ്ടി വരുന്നില്ല. ഇന്ന് സന്തതി ഓർത്ത് കരഞ്ഞില്ലെങ്കിൽ നാളെ കരയേണ്ടി വരും. സ്തോത്രം, 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 സ്തോത്രം. അപ്പനും അമ്മയും കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിന്റെ കണ്ണിന് ദൃഷ്ടി പതിപ്പിക്കാതെ 3 മാസം ഒളിപ്പിച്ച് ആ കുഞ്ഞിനെ വീട്ടിനകത്ത് വളർത്തി ഞങ്ങളുടെ പട്ടണത്തിലാക്കി. കണ്ണുനീരിന്റെ സന്താനമാവൻ ദൈവമ്മ വിളിച്ചു പറയട്ടെ, കണ്ണുനീരിന്റെ സന്താനത്തെ ദൈവത്തിന് മാനിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയേ. നാളത്തെ ദിവസം ദൈവം അവനെ സ്ഥിതി മാറ്റ്. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ലാത്ത വലിയ വിടുത തലമുറയിലൂടെ ഡേവിഡ് ലിവിങ്സ്റ്റനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലിവിങ്സ്റ്റൺ ആഫ്രിക്കയുടെ അപ്പോസ്തലൻ. ഈ കുഞ്ഞ് ജനിച്ചിങ്ങനെ വളർന്നു വന്നപ്പോൾ എല്ലാ രാത്രിയിലും ഡേവിഡ് ലിവിങ്സ്റ്റന്റെ അമ്മ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ അടുക്കൽ ചെന്ന് മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കും. ഈ കണ്ണുനീര് അവന്റെ മുഖത്തോട് ഇങ്ങനെ ഒഴിക്കും. കൊച്ചു വിചാരിച്ച രാത്രിയിൽ ഭയങ്കര ഉറക്കമല്ലേ, മഴ പെയ്ത് വീട് ചോർന്ന് വെള്ളം വീഴുന്നെന്നാ വിചാരിക്കുക. ഒരു ദിവസം ഈ കൊച്ചു കണ്ണു തുറന്നു നോക്കിയപ്പോ അമ്മ കരയുന്ന കണ്ണുനീര് അവൻ കേസിൽ മുഖത്ത് വീഴും, നെറ്റിയിൽ വീഴും. അമ്മയോട് ചോദിച്ചു, അമ്മേ എന്റെ ഉറക്കത്തെ കെടുത്തി അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അപ്പൊ അമ്മ പറഞ്ഞു, മോനെ നിന്റെ നെറ്റി വളരെ സോഫ്റ്റാണ്. എന്റെ കണ്ണുനീര് വീണാൽ അത് ഉറച്ചൊരു താമരം പോലെയാണ്. അതിനുവേണ്ടിയാ കരയുന്നതെന്ന് പറഞ്ഞു. വർഷങ്ങൾ പണ്ട് കഴിഞ്ഞു. ആഫ്രിക്കയുടെ മണ്ണിൽ മിഷണറിയായിട്ട് പോയി. ഒരു കൂട്ടം നരഭോജികൾ, മനുഷ്യരെ പച്ചക്ക് തിന്നുന്ന ആളുകൾ ശൂരവുമായിട്ട് വിളിക്കുക. ഡേവിഡ് ലിവിങ്സ്റ്റനെ കൊല്ലാൻ അവരമ്പമായിട്ട് വന്നപ്പോൾ ദൂരവേ കാണുകയാണ്. ലിവിങ്സ്റ്റന്റെ നെറ്റിയുണ്ടല്ലോ, താമരത്തിന് മേൽ സൂര്യപ്രകാശം അടിച്ചാൽ എങ്ങനെ വെട്ടിത്തിളങ്ങുമോ അതുപോലെ അവന്റെ നെറ്റി. അവര് ഭയപ്പെട്ടു. അവര് വിചാരിച്ചു ഇവന്റെ നെറ്റി താമരമാണ്, ശൂലം എറിഞ്ഞാൽ ശൂലത്തിന്റെ മുനയൊടിയും. സ്തോത്രം. അതുകൊണ്ട് അവനെ ഉപദ്രവിക്കണ്ട. കാര്യമല്ല പിടികിട്ടിയോ നിങ്ങള്? അമ്മയുടെ കണ്ണുനീരാ. അവൻ രക്ഷിക്കപ്പെട്ടു. ഇന്നത്തേത് വന്ന് അവൻ ലിവിങ്സ്റ്റനോട് പറഞ്ഞ കഥയായത്. സ്തോത്രം. നിന്നെ കൊല്ലാനാ വന്നത്, നിന്നെ തിന്നാനാ വന്നത്, പക്ഷേ നിന്റെ നെറ്റി കണ്ട് ഞങ്ങൾ ഭയപ്പെട്ടു. നിന്റെ നെറ്റി താമരം പോലെ ഇരിക്കുന്നു. കണ്ണുനീരിന് വിലയുണ്ട് കേട്ടോ. ചേർന്ന് സ്തോത്രം പറ. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്ക്. കൊച്ചു കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരാകട്ടെ, രാത്രി അവൻ ഉറങ്ങുമ്പോൾ, അവൾ ഉറങ്ങുമ്പോൾ ആ നെറ്റിയിലേക്ക് അവൻ കണ്ണുനീര് വീഴട്ടെ. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. പട്ടണത്തെ ചലിപ്പിക്കുന്ന ആഫ്രിക്കയെ പിടിച്ചു കുലുക്കിയ അപ്പോസ്തലനായി മാറിയെങ്കിൽ പ്രവചിക്കുന്ന പ്രവാചകനായി, സുവിശേഷകനായി, അപ്പോസ്തലനായി നിന്റെ തലമുറ മാറാൻ ഒറ്റ കാര്യം കണ്ണുനീര്. ഈ കുഞ്ഞിന് ആഹാരം കൊടുക്കുമ്പോ ഈ അമ്മ അവന്റെ ചെവിയിൽ പറയും, മോനെ നീ ഒരു ഇസ്രായേലിലാണ്, നിന്റെ സഹോദരന്മാരാ
ആ ചാട്ടവാറിന്റെ അടി കൊള്ളുന്നത്. അവരെ ആ മിസ്രയീമിൽ കഷ്ടപ്പെടുന്നു. നീ അല്പസമയം കഴിയുമ്പോൾ കൊട്ടാരത്തിൽ ചെന്നു അവിടെ നീ വളരും, അടുത്ത ഫറവോയായിട്ട് മാറും. പക്ഷെ ഇത് നീ മറന്നു കളയുന്നു. ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ അമ്മ ഉപദേശവും കൊടുക്കുക. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. കൊച്ചു പ്രായത്തിൽ വചനം അകത്ത് കയറട്ടെ. കൊച്ചു പ്രായത്തിൽ ദൈവശബ്ദം അവര് കേൾക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം പറയും. അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന അർത്ഥമുള്ള മോശ എന്നവന് പേരിട്ടു. അടുത്ത 40 വർഷം മോശ കൊട്ടാരത്തിലാണ്. മിസ്രൈമിലെ സകല സ്തോത്രം ആയുധ കലയും അവൻ പഠിച്ചു. സ്തോത്രം പറയാമോ? 40-ാമത്തെ വയസ്സായപ്പോൾ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ അവൻ സ്തോത്രം സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെന്നതാണ്. എന്താ സംഭവിച്ചത്? ഒരു മിസ്രൈമിനെ എബ്രായനെ അടിക്കുക. ഇവന്റെ അകത്തെ എബ്രായ രക്തം ചൂട് പിടിച്ചപ്പോൾ മിസ്രൈമിന് അടി കൊടുത്തവനെ കൊണ്ടു. സ്വന്തം മണലിൽ അവനെ താഴ്ത്തി. അടുത്ത ദിവസം ചെന്നപ്പോ എന്താ സംഭവിച്ചത്? 2 എബ്രായന്മാര് തമ്മിൽ അടികൂടി. അവർക്ക് ന്യായപാലകനായിട്ട് ചെന്നപ്പോ പറഞ്ഞു, ആരാടാ നിന്നെ ന്യായപാലനാക്കിയത്? മിസ്രൈമിനെ കൊന്നതുപോലെ ഫറവോന് തടഞ്ഞു. അവന്റെ കോപം ജ്വലിച്ചു. മോശെ കൊല്ലാൻ പദ്ധതിയിട്ടില്ല. പറയട്ടെ പ്രിയപ്പെട്ടവരെ, കൊട്ടാരം വിട്ട് അവനെ ഓടുക. രാവിലെ സമയം ദൂതി ഞാൻ പറയാം. ചില കംഫോർട്ടായിട്ടുള്ള ചില സോണുകൾ ദൈവം ചില മേഖലയിൽ പൊളിക്കുമ്പോൾ, ചിലത് നിനക്ക് പ്രതികൂലമാകുമ്പോൾ, ആത്മാവിന്റെ മകൾ പറയുന്ന ദൂത് അടുത്ത ചില മരുഭൂമിയിലേക്ക് നിങ്ങൾ തന്നെ നയിക്കുക. എത്ര വലിയ ആളുകളെ മേയിച്ചുകൊണ്ട് 40 പകലും 40 സ്തോത്രം നീണ്ട 40 വർഷങ്ങൾ മോശ മരുഭൂമിയിൽ ആടിന്റെ പുറകാലെ പോവുക. 80-ാമത്തെ വയസ്സ് പൂർത്തീകരിച്ചപ്പോൾ, മരുഭൂമിയിലെ 40 വർഷം പൂർത്തീകരിക്കുമ്പോൾ, ആടുകളെ വീശുകൊണ്ട് യഹൂദ മരുഭൂമി നിൽക്കുമ്പോൾ അവരങ്ങകലെ കാണുന്നു ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബിൽ തീ കത്തിക്കൊണ്ട് നിൽക്കുക. സ്തോത്രം. മോശ നോക്കുമ്പോ മുൾപ്പറപ്പ് കത്തുന്നുണ്ട്, പക്ഷെ വെന്തു പോകുന്നില്ല. എന്താണെന്ന് അറിയാൻ അങ്ങോട്ട് എന്നപ്പോൾ ഒരു ശബ്ദം, മോശേ മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. കാതലെ ചെരിപ്പടിച്ച് കളയുവാൻ മോശയെ തമ്പുരാൻ ഒരുക്കിയെടുക്കുക ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി. ഇന്ന് പകൽ സ്തോത്രം പറയണം. മോശയോട് ദൈവം പറയാം, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകമാർ നിമിത്തമുള്ള നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടം പറയുന്നു. ഈ ജനത്തെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഞാൻ മോശയെ നിന്നെ കണ്ടിരിക്കുക. നീ ചെന്ന് ഫറവോനോട് പറ, എന്റെ ജനത്തെ മരുഭൂമിയിൽ ആരാധനയ്ക്ക് വിടാൻ. നമ്മൾ സ്തുതിച്ചാരാധിച്ചോടെ പരിശുദ്ധാത്മാവ് ചില മേഖലകളിൽ തൊട്ടുകൊണ്ട് സ്തോത്രം പറയുക. ജനത്തെ ആരാധനയ്ക്ക് വിട്ടഴിക്കാതെ ദേശത്തിന്റെ ജനാധിപത്യ ശക്തികൾ ഒതുക്കി വെക്കുന്നെങ്കിൽ ആത്മാവ് ഇന്ന് പകൽക്കാലം മോശയോട് പറയുന്നു, പോയി പറ, എന്റെ ജനത്തെ മരുഭൂമിയിൽ ആരാധിക്കാൻ വിട്ടയക്കാൻ. ചില പാരമ്പര്യത്തിന്റെ ശക്തികൾ ശക്തികൾ ജനത്തെ ഒതുക്കി വെക്കുന്നെങ്കിൽ ആത്മാവ് ഇന്ന് പകൽ ദൂത് പറയുക, ജനത്തെ രണ്ട് ദൂതൂടെ പറഞ്ഞു നോക്കാം. മോശ കൊട്ടാരത്തിൽ ചിലർക്ക് പറയാ, എന്റെ ജനത്തെ മരുഭൂമി ആരാധിക്കപ്പെടാം. മോശ പറഞ്ഞ, ആരാടാ നിന്റെ ദൈവം? പർവ്വം ചോദിക്കുക, ആരാ നിന്റെ? മോശ പറഞ്ഞു, ഞാനാകുന്നവൻ. മോശ വടി താഴോട്ടിട്ടു. വടി എന്തായിരുന്നു? സർപ്പമായി. പർവ്വം പറഞ്ഞിടാ, ഇതാന്ന് വലിയ അത്ഭുതം. മന്ത്രവാദികൾ മടി വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവര് മടി താഴെയിട്ട് എത്തുമായി. മോശയുടെ പാമ്പേതാ മന്ത്രവാദിയുടെ പാമ്പേതാന്ന് അറിയത്തില്ല. കൊട്ടാരത്തിൽ മൊത്തം പാമ്പ്. സ്വല്പസമയം കഴിഞ്ഞപ്പോൾ മോശയുടെ പാമ്പൊന്ന് വാദം വന്നു. മന്ത്രവാദിയുടെ പാമ്പുകളെ മുഴുവനും വീഴുന്നു. സ്വന്തം പറയുമോ? ഞാൻ പറയുന്ന യോഗത്തിന് വന്ന് വാ തുറന്നു ദൈവത്തെ ആരാധിക്കണമെന്ന്.
ഈ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന പല ശക്തികളെ ഇന്ന് പോയി വിഴുങ്ങിക്കളയും. നിന്റെ കൂടാരത്തിനെതിരായി, തലമുറക്കെതിരായി, ആരോഗ്യത്തിനെതിരായി, സാമ്പത്തിക നന്മകൾക്കെതിരെ പിശാച് തൊടുത്തു വിടുന്ന പലതുണ്ട്. ഇന്ന് പോയി ആരാധനയുടെ മുമ്പിൽ അതിനെ എല്ലാം എല്ലാത്തിനെയും വിഴുങ്ങിക്കളഞ്ഞപ്പം ദൈവം മോശയോട് പറയാം, മോശെ പാമ്പിന്റെ വാലയിൽ കയറി പിടിക്കാം. പാമ്പ് ഇപ്പൊ പാമ്പ് നേരത്തെ ദൂതം. എന്താ ദൂതൻ? ഇനി മിസ്രൈമിൽ ഒരു മന്ത്രവാദി ചലിക്കണമെങ്കിൽ മോശ അറിയാതെ ചലിക്കും. കാരണം ഇവന്റെ ശക്തി മൊത്തം മോശയുടെ പാമ്പ് വിഴുങ്ങി. ആ പാമ്പെ കയറി മോശ പിടിച്ചപ്പോ ഇപ്പൊ എന്തായി തീർന്നു എന്ന് വെച്ചാൽ മിസ്രൈമിലെ മന്ത്രവാദത്തിലെ ഈ സ്വത്രമൊക്കെ പറഞ്ഞാൽ മതിയോന്ന് തന്നെയാണ്. രാവിലെ സമയം സ്വത്രം പറഞ്ഞോണം. ഇന്നലകൾ നിനക്കെതിരെ ചലിച്ചതിന്റെ ശക്തികൾ ഇന്ന് വരെ ദൈവം ക്യാൻസൽ ചെയ്യുക. ഇനി നിന്നെ തൊടത്തില്ല, ഇനി നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല, ഇനി നിന്റെ കൂടാരത്തെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് വരെ ദൈവവചനം നവീനമാക്കിയ സ്വത്രം സ്വത്രം ഇസ്രായേൽ ദൈവം ബാധ അയച്ചു. 10ാമത്തെ ബാധ കടിഞ്ഞൂൽ സംഹാരം. കുഞ്ഞാട് അറക്കപ്പെടുക, രക്തക്കട്ടളക്കാലും പേരും രക്തമടയാളമായി കാണാത്ത കുടുംബത്തിലെ ആദിജാതന്മാരെ, മൃഗങ്ങളുടെയും മനുഷ്യരുടെ ആദിജാതന്മാരെ സംഹാരദൂതൻ നശിപ്പിക്കുക. സംഹാരദൂതൻ അവൻ ഓരോ കുടുംബത്തിലും നോക്കും, രക്തമടയാളമായിട്ടുണ്ട്. ഈ കുഞ്ഞാട് ആരാന്നറിയാമോ? കർത്താവാകുന്ന യേശുക്രിസ്തു. സ്തോത്രം സ്തോത്രം. 2024 വർഷത്തിനാണ് അപ്പുറത്ത് കാലുമുറയിൽ പരമബലിയായി തീർന്നു. ഇന്ന് രാവിലെ സമയം ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കുക, ഈ കുഞ്ഞാടിന്റെ രക്തം നിന്റെ കട്ടളക്കാലുമേൽ കുറുമേൽ, ഹൃദയത്തിന്റെ കട്ടളക്കാലുമേൽ കുറുമേൽ നീ പരട്ടിയിട്ടുണ്ടോ? യേശുവിനെ കർത്താവിന്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടാത്തവന്റെ പേര് അവൻ ജീവപുസ്തകത്തിൽ എഴുതത്തില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതിയ കാണാത്ത എവരെയും തീപ്പൊയ്യെ തള്ളിയിടും. ഇന്ന് രാവിലെ സമയം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു അന്ത്യ ന്യായവിധിയുണ്ട്. അതിനകത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ ഇന്ന് നീ കൈകൾ പടരണം. രണ്ട് ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആദിജാതന്മാരെ മുഴുവനും സംഹാര ദൂതൻ നശിപ്പിക്കുക, കൊന്നുകളയുക. ഇതൊരു ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇസ്രായേൽ ക്യാമ്പിൽ ജനിക്കുന്ന സകല ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ കാലെ പിടിച്ച് പൊക്കിയെടുത്ത് എറിഞ്ഞില്ലേ? അന്ന് ദൈവം കുറിച്ചു വെച്ചത് ഒരു ന്യായവിധി ഉണ്ടെന്ന്. തീർന്നില്ല. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടൽ കടന്ന് അക്കരെ കടന്നപ്പോൾ പാറമോന് സൈന്യവും ചെങ്കടലിലോട്ട് ഇറങ്ങി. മോശയോട് പറഞ്ഞ വഴി തിരിച്ചു നീട്ടാൻ പറഞ്ഞു. 2 ലക്ഷം കാലാളും 600 ഇരുമ്പ് രഥങ്ങളും കുതിരപ്പടയും ചെങ്കടലിൽ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. നമുക്ക് ദൂതൻ നിനക്കെതിരെ ഇന്നലകളിൽ വെല്ലുവിളിച്ചതിന്റെ ശക്തികളെ ഇന്ന് മകൻ ദൈവത്തിന്റെ ശക്തിയുടെ നീതിയാണ് ചിലതിനെതിരെ ഒതുക്കി കടയായി കടകളടച്ച് എല്ലാവരും സ്തോത്രത്തെ 30 നിമിഷങ്ങൾ ജാഗരിച്ച് ആരാധിച്ച സാധാരണ ശക്തിയുണ്ട്, വിശ്വാസത്തിന്റെ ശക്തിയുണ്ട്, ദൈവത്തിന്റെ ശക്തിയുണ്ട്. വിശ്വാസത്തിന് ഇന്ന് പകൽ ശക്തിയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നീ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, ചില പ്രതിഷ്ഠകളുണ്ടല്ലോ, അതിന് പാവമുണ്ടെന്ന് നമ്മുടെ പരിശുദ്ധ പറയുന്നു. ദൈവശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. രോഗിയായിട്ടാണോ ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ വന്നത്? അടിപ്പിടലുകളാൽ സൗഖ്യമുണ്ട്. വിശ്വസിക്കുന്ന എല്ലാവരും സ്തോത്രത്തിന്റെ ആഗ്രഹിച്ചു. അടിപ്പിടലുകളാൽ സൗഖ്യമുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ രോഗത്തെ കർത്താവ് തൊടാൻ പോകുന്ന പകൽക്കാലം എല്ലാവരും സ്തുതിച്ച് ആരാധിച്ചു.